हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय ഗുരു മഹാരാജ് की जय രാധാ പവനപരേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പ്രഭാത മഞ്ജരിയിലൂടെയുള്ള ഹനുമത് കഥാ ചരിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നാളായിട്ട് ഹനുമത് ചരിതം കേട്ടിട്ടല്ലേ, ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോകണം. ഹനുമത് ചരിതം കിട്ടും, വേറൊന്നും കൊണ്ടല്ല. ഞാൻ എല്ലാം അവിടെ പാക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് കോഴിക്കോട്ടേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ പല സ്ഥലങ്ങളിലേക്കും ട്രാൻസ്പോർട്ടേഷൻ റെഡി ആയിട്ടില്ല. പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്, ഒന്നും DTDC വഴിയല്ല. അപ്പം ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ കുറേ മഴയും കാര്യങ്ങളും റോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഹോൾഡ് ചെയ്താണ് അവർ അയക്കുന്നത്. ഒരു 30, 40, 50 അങ്ങനെയാണ് അയച്ചു പോകുന്നത്. ഈ ഒരു 4-5 ദിവസത്തിനുള്ളിൽ എല്ലാവരുടെ കിറ്റും എല്ലാവർക്കും കിട്ടും, ആരുടേതും പെൻഡിങ് ആവില്ല. കിറ്റ് മാത്രമല്ല, ഭഗവത്ഗീത, ജപമാല, കണ്ടിമാല, ക്ലിക്കർ, ശ്രീരാമ സഹസ്രനാമം, പിന്നെ നമ്മുടെ ശ്രീരാമ സ്തോത്രമാല, പിന്നെ നമ്മുടെ 13 സഹസ്രനാമങ്ങൾ, അങ്ങനെ എല്ലാം കിട്ടും. ആരുടെയും ഒന്നും പെൻഡിങ് ആവില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട്? ഒന്ന് മെസ്സേജ് ഇടൂ. പിന്നെ നമ്മുടെ കർക്കിടക മാസത്തിൻ്റെ അന്നദാനം ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും കർക്കിടകത്തിൽ അന്നദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യണം. കാരണം കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് മഞ്ജരീസിലൂടെ 1000-600-700 പേര് ഭക്ഷണം കഴിച്ചു. അപ്പോൾ കൂടുതലും നമ്മൾ കർക്കിടകത്തിൽ ഇപ്പം അന്നദാനത്തിന് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. വളരെ നല്ല കാര്യം. പിന്നെ നമ്മുടെ ഇത് ഏകാദശി വരുന്ന 16-ാം തീയതിയാണ്. അപ്പോൾ ഏകാദശിയോടനുബന്ധിച്ചിട്ട് നമ്മളിനി എല്ലാ മാസവും 2 ഏകാദശിക്കും വസ്ത്രദാനം ചെയ്യുന്നുണ്ട്. അപ്പം ഏകാദശിയോടനുബന്ധിച്ച് വസ്ത്രദാനത്തിന് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ ബുക്ക് ചെയ്യണം. നമ്മുടെ വൃദ്ധസദനം ഉണ്ടല്ലോ, കുറച്ച് അമ്മമാർ, അവർക്ക് നമ്മൾ വസ്ത്രം കൊടുക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യാം. ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ, മാക്സിമം ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ, അതിൻ്റെ ഉള്ളിൽ ഞാൻ വസ്ത്രം അവിടെ എത്തിക്കും. കാരണം അവർക്ക് കുറച്ച് വസ്ത്രം കൊടുത്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പം ബുധനാഴ്ചയ്ക്കുള്ളിൽ, ഏകാദശി 16 പക്ഷേ ബുധനാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ എന്തായാലും വസ്ത്രദാനം കൊടുക്കും. ഓക്കെ. പിന്നെ വേറെന്താ, എല്ലാവരും ഏകാദശി എടുക്കുക. നമ്മുടെ ഇസ്കോൺ റൂള് പ്രകാരം നമുക്ക് ഏകാദശി ദിവസം ഒരു കാരണവശാലും ധാന്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അതിൽ പലരും എന്നോട് ചോദിക്കുന്നു പപ്പടം കഴിക്കാൻ പറ്റുമെന്ന്. പപ്പടം കഴിക്കാൻ പാടില്ല, കാരണം അതിൽ ഉഴുന്നുണ്ട്. അപ്പം പപ്പടത്തിൻ്റെ കണ്ടൻറ്റ് പാടില്ല. ഇനിയും നോൺ വെജ് ആരെങ്കിലും നിർത്താത്തവരുണ്ടെങ്കിൽ ദയവായി നിർത്തുക. മുമ്പ് ഞാനും നന്നായിട്ട് നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ പല ലൈവിലും ഇത് പറഞ്ഞതാണ്. പക്ഷേ പിന്നീട് ഇസ്കോണുമായി ബന്ധപ്പെട്ട് പ്രഭുപാജിയുടെ ഗീതയൊക്കെ വായിച്ചതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ മാക്സിമം നോൺ വെജ് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ കേരളത്തിൽ പൊതുവേ ഉള്ളി, വെളുത്തുള്ളി, സവാള ഇതൊന്നും നിർത്താൻ ആർക്കും പറ്റില്ല എന്ന് മാത്രമല്ല, നമുക്ക് യാത്രകളിൽ പോലും അതില്ലാത്ത ഫുഡ് കിട്ടാനില്ല. നമുക്ക് യാത്രകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ശരിക്കും അത് വേണ്ട എന്ന് അങ്ങോട്ട് മനസ്സിൽ ചിന്തിക്കുന്നവർ യാത്രകളിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സ്, പഴം അതൊക്കെ വാങ്ങി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ പലർക്കും ഈ മെഡിസിൻസ് കാര്യങ്ങളുള്ളതുകൊണ്ട് അത് പറ്റുന്നില്ല. എങ്കിലും ഞാൻ പറയുന്നു, മാക്സിമം സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ബോധമണ്ഡലങ്ങളെ സൂപ്പർ ഗീത മാതാജി, നമ്മുടെ ബോധമണ്ഡലത്തെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ അത് നന്നായിരിക്കും. മാക്സിമം നോൺ വെജ് സ്റ്റോപ്പ് ചെയ്യുക. നോൺ വെജ് നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാ ഒരു 3 months 6 months കൂടുമ്പോൾ ബ്ലഡ് ചെക്കപ്പിന് പോകാറുണ്ട്. അപ്പോൾ ബ്ലഡ് ചെക്കപ്പിന് പോയ സമയത്ത് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഹെയർ ഫോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഹെയർ ഫോൾസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മുട്ട, ഇറച്ചി, മീൻ അതൊക്കെ കഴിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സോറി ഡോക്ടർ, ഞാൻ പ്യോർ വെജാണ്, മുട്ട പോലും കഴിക്കില്ല എന്ന് പറഞ്ഞു. ഓ അത് ശരി, സോറി. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു മാഡത്തിനോട്, മാം ഈ നോൺ വെജ് കഴിക്കാത്തവർക്കൊന്നും അപ്പം മുടി ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. സ്കിന്നൊന്നും അപ്പം ബാലൻസ് ആവില്ലേ, അവരൊന്നും കുറേ നാൾ ജീവിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പിന്നെന്താ സംശയം, അതിനാണ് സോയ, അതുപോലെ പനീർ, ഇതൊക്കെ കഴിക്കാമല്ലോ നിങ്ങൾക്ക്, ഇതൊക്കെ അതിനേക്കാൾ നോൺ വെജിനേക്കാൾ ബെസ്റ്റാണെന്ന് ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ പങ്ക്തി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് പേരുടെ സജഷനുണ്ട്, മാതാജി ഞങ്ങൾക്ക് വെജിറ്റേറിയൻ കുക്കിംഗ് കുറച്ച് തരണം, ഈ ഉള്ളി, വെളുത്തുള്ളി, സവാള ഇല്ലാത്ത സാത്വിക് ഫുഡിൻ്റെ കുക്കിംഗ് തരണമെന്ന്. അപ്പം നമ്മളിപ്പോൾ ഗാനമഞ്ജരി പോകുന്നുണ്ട്, ആയുർമഞ്ജരി പോകുന്നുണ്ട്. അതേപോലെ നമ്മളിനി എന്താ പോകുന്നത്, കുക്കിങ്ങിൻ്റെതും കൂടെ പോകുന്നുണ്ട് അല്ലേ, പാചക മഞ്ജരി. എല്ലാം മഞ്ജരി ചേർന്നിട്ടാണ്. അപ്പം പാചക മഞ്ജരി പോകുന്നുണ്ട്. ദയവായി നിങ്ങൾ സാധിക്കുന്നവർ എന്ത് ചെയ്യാന്ന് ഓർത്ത് കഴിഞ്ഞാൽ മൊബൈലിൽ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഗാനമഞ്ജരി അതിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. അതുപോലെ ആയുർമഞ്ജരി സേവ് ചെയ്ത് വെക്കാം.
അതുപോലെ തന്നെ നമുക്ക് ഈ പാചകമഞ്ജരി. അപ്പോൾ ഈ ആയുർമഞ്ജരിയിലൂടെ നമ്മൾ നിങ്ങൾക്ക് തരുന്ന ടിപ്സുകളുണ്ടല്ലോ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കഴിയുന്നതും എല്ലാം ഡ്രൈ ഐറ്റംസ് ആയിരിക്കും ആയുർവേദത്തിലുള്ള. അതൊക്കെ ഒന്ന് വാങ്ങി വീട്ടിൽ തന്നെ സൂക്ഷിക്കുക. എമർജൻസി ആയിട്ട് നമുക്കിപ്പോൾ നൈറ്റോ അല്ലെങ്കിൽ ഒരു യാത്രകളിലൊക്കെ എന്തെങ്കിലും നമുക്കറിയാൻ പറ്റുമല്ലോ, നമ്മുടെ വയറ് കംപ്ലൈൻറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വായപ്പുണ്ണിൻ്റെ ഇഷ്യൂസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ എന്താ പറയുക തലവേദന വരുന്നവരാണ്, ഇല്ല തലവേദന വരുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ലോങ് ട്രാവലിങ്ങിലൊക്കെ അതൊക്കെ ഒന്ന് കയ്യിൽ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലൊന്ന് സൂക്ഷിച്ച് വെക്കുക. അങ്ങനെയൊക്കെ പ്രീതി മാതാജി എനിക്ക് മെസ്സേജ് ഇട്ടുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്, അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് സുഷ മാതാജി വാവ എന്ത് പറയുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കയ്യിൽ കരുതുക. പിന്നെ ഇപ്പം സുഷ മാതാജിയെ പോലെയുള്ളവരൊക്കെ പുറത്താണ്, നമ്മുടെ റൂബി മാതാജിയെ പോലെയുള്ളവരൊക്കെ ഇന്ത്യക്ക് വെളിയിലാണ്. അപ്പം പല സാധനങ്ങളും ആയുർവേദ പ്രോഡക്ട്സ് നമ്മുടെ ശശി പ്രഭു, ബിജി പ്രഭു, പിന്നെ പ്രവീൺ പ്രഭു ഇവരൊക്കെ വെളിയിലുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നാട്ടിൽ വന്ന് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആയുർവേദിക് എന്തെങ്കിലും ഐറ്റംസ്, ഡ്രൈ ഐറ്റംസൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതൊക്കെ കീപ്പ് ചെയ്യുക. നമ്മുടെ ആരോഗ്യം നമ്മൾ നന്നായി സംരക്ഷിക്കുക. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ, ഒത്തിരി അസുഖങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോലും പറയാൻ പറ്റാത്ത, നമ്മുടെ വായിൽ നിൽക്കാൻ പറ്റാത്ത പേരുകളാണ് പല പല അസുഖങ്ങളായിട്ട് ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും പ്രീത മാതാജി, അപ്പോൾ എന്ത് ചെയ്യാന്ന് ഓർത്ത് കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ ആരോഗ്യം വളരെയധികം സംരക്ഷിക്കുക. വെള്ളം ഒരുപാട് കുടിക്കാൻ ശ്രമിക്കുക. ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഇവിടെ ഞാനും കണ്ടില്ലേ ഒരു 2 ലിറ്റർ ബോട്ടിൽ വെള്ളം കരുതാറുണ്ട്. മാക്സിമം 3 ലിറ്റർ, പക്ഷെ മിനിമം നമ്മൾ 2 ലിറ്ററെങ്കിലും ഡെയിലി കുടിക്കുക. ഇപ്പോൾ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ ഒരുപാട് വാങ്ങി യൂസ് ചെയ്യുന്നൊരു കാലമാണ്. അത് തേച്ചാൽ ഇങ്ങനെയാവും, ഇത് തേച്ചാൽ അങ്ങനെയാവും. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഇൻടേക്ക് എന്താണോ ആ ഇൻടേക്കാണ് അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരുന്നത്. ഒരു 75% നമ്മൾ വെള്ളം കുടിച്ചാൽ തന്നെ പലരും ചെയ്യാത്ത കാര്യമാണ്. ജോലിക്ക് പോകുന്നവരാരും ചെയ്യില്ല എന്നുള്ളതാണ്. സ്ട്രെസ്സ് നമുക്ക് ഒരുപാടാണ്. അപ്പോൾ ഈ സ്ട്രെസ് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം നമുക്ക് വളരെയധികം ബോഡിയിൽ അത്യാവശ്യമാണ്. മാതാജി ഹനുമചരിതാണോ പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ബ്യൂട്ടി ടിപ്സ് ആണോ പറയണതെന്ന് ചിന്തിക്കും. പക്ഷേ ഇത് ബ്യൂട്ടി ടിപ്സ് ആയിട്ടൊന്നും കരുതണ്ട. നമ്മുടെ ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് എന്തിനും പറ്റത്തുള്ളൂ. നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കൾക്ക് പോലും ഇന്ന് നമ്മളെ സംരക്ഷിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. മനസ്സിലായില്ല? അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു ഫാസ്റ്റ് തലമുറയാണ് വരാൻ പോകുന്നത്. ഈ ഫാസ്റ്റ് തലമുറയിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും വയ്യായിക വന്നാൽ അത് ഏറ്റവും കൂടുതൽ നമ്മൾ എഫക്റ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ അതൊന്ന് നമ്മൾ കരുതണം. പിന്നെ പഞ്ചസാര അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട്, അത് വേണ്ട നമുക്ക്. അത് ഇല്ലാഞ്ഞാൽ, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. പഞ്ചസാര ഇല്ലാതെ ആദ്യം നമ്മുടെ കോഫിയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും. എല്ലാവർക്കും ഞാൻ ഇസ്കോൺ കോഫി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആ ഇസ്കോൺ കോഫി കുടിക്കുമ്പോൾ പഞ്ചസാര ഇല്ലാതെ കുടിക്കുന്ന സമയത്ത് അയ്യോ മാതാജി ചിന്തിക്കാൻ വയ്യ എന്നായിരിക്കും പറയുന്നത്. പക്ഷേ പഞ്ചസാര ഒന്ന് അവോയ്ഡ് ചെയ്ത് നോക്കൂ. ഷുഗർ മാത്രമല്ല പഞ്ചസാര കൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലം. ഷുഗർ എന്നുള്ളതിലുപരി നമ്മുടെ സ്കിന്നൊക്കെ ചുളിഞ്ഞു വരാൻ കാരണമാവും പഞ്ചസാരയുടെ അമിത ഉപയോഗം. മനസ്സിലായില്ലേ? ഷുഗർ കണ്ടൻ്റ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക. വറുത്തത്, പൊരിച്ചത്, ബേക്കറി ഐറ്റംസ്, ഐസ്ക്രീംസ്, ചോക്ലേറ്റ്സ് ഇതൊക്കെ ഒന്ന് ഭക്ഷണത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യാം. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ 2 ലിറ്റർ വെള്ളം കുടിക്കുക. സമയത്തിന് ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളിൽ പലരും ചോദിക്കും, പിന്നെ ഉറങ്ങാൻ പറയുന്ന ഒരാൾ 1 മണിയായാലും ഓൺലൈനിൽ കാണാം. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട. എനിക്ക് ഉറക്കം വരുന്നു എന്ന് തോന്നുന്ന സമയം, അതെപ്പോഴായാലും ശരി, ഷൂട്ടിന് പോകുമ്പോൾ പറ്റില്ല, അതർവൈസ് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഉറങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മൊബൈലൊക്കെ സൈലൻ്റ് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങും. പണ്ട് മാമാട്ടിക്കുട്ടി എന്ന് പറയുന്നൊരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്ലവേഴ്സ് ടി വിയിൽ. അതിൻ്റെ ഡയറക്ടർ AM നസീർ സാറായിരുന്നു. അപ്പം നസീർക്ക് ഉച്ചയ്ക്ക് എന്താ പറയുക, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പൊതുവേ സെറ്റൊക്കെ ഒന്ന് സൈലൻ്റായി. ഞാൻ നോക്കുമ്പോൾ നസീർ സാർ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുകയാണേ. അപ്പോൾ ആരും വിളിച്ചില്ല സാറിനെ. ഒരു അരമണിക്കൂർ, മാക്സിമം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇക്കാനോട് ചോദിച്ചു, നസീർക്ക അരമണിക്കൂർ കൊണ്ട് ഉറക്കം ശരിയായോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്ക് തന്നൊരു മറുപടി ഉണ്ട്. നമ്മൾ ഒരുപാട് ടയേർഡാകുമ്പം എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് നമുക്ക് തോന്നും, അല്ലേ? ആ സമയത്ത് ആരോഗ്യം നമ്മളോട് റെസ്റ്റ് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? അയ്യോ എനിക്ക് വിശന്നിട്ട് പോയി, എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാരി വെച്ചിട്ടില്ല, വല്ല ബേക്കറിയോ ബിസ്ക്കറ്റോ അതോ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കും. അതെന്തുകൊണ്ടാണ്? വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഉറങ്ങണം എന്ന് തോന്നുന്ന സമയത്ത് അതെവിടെ ആയാലും ശരി, നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഉറങ്ങണം. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് രാത്രി ഒരു 10 മണിയാകുമ്പം എല്ലാവരും 10 മണിയായി കിടക്കണം എന്നും പറഞ്ഞുകൊണ്ട് പോയി കിടക്കും. പക്ഷേ രാവിലെ എണീറ്റിട്ട് എന്താ പറയുക, ഉറക്കം അങ്ങോട്ട് ശരിയായില്ല,
വല്ലാത്ത കഷ്ടപ്പാട്, ഉറക്കം ശരിയായില്ല, എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു. എന്നാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിലൊക്കെ പോയിരിക്കാന്ന് ഓർക്കും, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അയ്യോ ഇപ്പം തന്നെ ചെയ്യാനാണ് പറയുന്നത്, അന്നദാനം കർക്കിടകത്തിൽ ചെയ്യാനാണ് നിങ്ങളോട് ഈ ആവശ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിരിക്കാന്ന് ഓർക്കും, അപ്പോൾ നമ്മളൊന്ന് അറിയാതെ ഉറങ്ങിപ്പോകും. ആ ഉറക്കം നമ്മൾ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രഷ് ആവും. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക, കുറേ നേരം ഞാൻ ഉറങ്ങിപ്പോയോ എന്ന് ചോദിക്കും. പക്ഷെ കുറേ നേരം ഇല്ല, ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് ആയിരിക്കും. അത് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവുകയാണ്. നമ്മുടെ എന്താ പറയുക, തലച്ചോറ് റെസ്റ്റ് ചെയ്യാം. മനസ്സിലായി? ചിന്തകളാണ് നമ്മളെ ഒരുപാട് ടയേർഡാക്കുന്നത്. അതാർക്കെങ്കിലും അറിയാമോ? ഒരുപാട് ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ടയേർഡാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉറങ്ങിയാൽ നമ്മൾ ഭയങ്കര റിലാക്സ് ആവുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ചിന്തകളെല്ലാം കൺട്രോളായി നമ്മുടെ തലച്ചോറ് റെസ്റ്റ് ചെയ്യുക. തലച്ചോറില്ലെങ്കിൽ പിന്നെ തീർന്നു. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ ആ മനുഷ്യൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്യണം, അല്ലേ? പിന്നെ ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ ചിന്തകൾ എവിടെയാണ് പോകുന്നത്? നമ്മുടെ തലയിലാണ്. ആ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. എനിക്ക് ഒരിക്കലും അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാൻ പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് ടെൻഷൻസിലൂടെയാണ് നിങ്ങൾ എല്ലാവരും കടന്നു പോകുന്നത്. എങ്കിലും നമ്മൾ നമ്മുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഉറങ്ങുക, ഇലക്കറികൾ ധാരാളം കഴിക്കുക, വെള്ളം കുടിക്കുക, ലെസ് ടോക്ക്, കുറച്ച് സംസാരിക്കാൻ ശ്രമിക്കുക, അമിതമായിട്ട് വോളിയം എടുത്ത് സംസാരിക്കാതിരിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? പാട്ട് കേൾക്കുക. മൊബൈലിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കുക. ഇപ്പോൾ പൊതുവേ ഞാൻ കാണുന്നു, കിടക്കുന്ന എല്ലാവരും മൊബൈൽ നോക്കിക്കൊണ്ടാണ് കിടക്കുന്നത്. ചുമ്മാ ഈ ഫോൺ നോക്കി കിടന്നാൽ റീൽസ് കണ്ടാലേ നമുക്ക് ഉറക്കം വരും എന്നുള്ള അവസ്ഥയായി. അതൊന്നും വേണ്ട. മനസ്സിലായില്ലേ? സിനിമാതാജിയൊക്കെ ചിന്ത കുറയ്ക്കുക. അമിതമായി ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അമ്പാടിക്ക് സുഖമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് സുഖമല്ല അമ്പാടി. ഒരു 4 ദിവസം മുന്നേ അമ്പാടി ഒന്ന് വീണു, തല പൊട്ടി, തൃശ്ശൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് വേണ്ട സഹായങ്ങളെല്ലാം എത്തിച്ചു. അതൊന്ന് ക്ലിയറായി, വീട്ടിൽ പോയി, വീണ്ടും ഒന്ന് ഫിക്സ് വന്നു, എഗെയിൻ ഹോസ്പിറ്റലൈസ് ആണ്. ഞാൻ നാളെ അമ്പാടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ വേണ്ട കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. ഈ തിരക്കൊക്കെ ഒന്ന് കഴിയുമ്പം അമ്പാടിയുടെയും സുല്ലേട്ടൻ്റെയും കാര്യങ്ങളും കണക്കുകളെല്ലാം നമ്മുടെ ഗ്രൂപ്പിലും പേജിലൊക്കെ പോസ്റ്റ് വരുന്നതായിരിക്കും. ഓക്കെ, അതൊന്ന്. പിന്നെ കഴിയുന്നതും പാക്കറ്റ്സ് ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കുക. മെയിൻലി പാക്കറ്റ് ചപ്പാത്തി, അത് ഞാൻ വളരെയധികം നിങ്ങളോട് സജസ്റ്റ് ചെയ്യുകയാണ്. പാക്കറ്റ് ചപ്പാത്തിയൊക്കെ ഒന്ന് ഒഴിവാക്കുക. കാരണം നല്ലതായിരിക്കും, അയൽക്കൂട്ടക്കാരോ മറ്റേ സ്ത്രീകളുടെ സംരംഭങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ തന്നെ. പക്ഷേ ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നതും നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഏത് ഫുഡ് ഐറ്റംസും ഇങ്ങനെ പാക്കറ്റായിട്ട് വരുന്ന സമയത്ത് അത് 1, 2, 3 ദിവസം കേടാവാതിരിക്കാൻ വേണ്ട എല്ലാ പ്രിസർവേറ്റീവ്സും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈസി ആണെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതൊന്നും വേണ്ട. ആരോഗ്യം സംരക്ഷിക്കാൻ ശ്രമിക്കൂ. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ കഴിയുന്നതും പ്ലാസ്റ്റിക്കിലൂടെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുക. ഇപ്പോൾ ഞാൻ കേൾക്കുന്നു പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം കുടിക്കുന്നതും പ്രശ്നമാണെന്ന്. പക്ഷെ എത്രത്തോളമാണെന്ന് എനിക്കറിയില്ല. 41 മൈക്രോൻ്റെ മുകളിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് വാങ്ങിക്കാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നില്ലേ? ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കുറച്ചും കൂടെ, അവരുടെ ഈ മൈക്രോ എല്ലാം അതിലുണ്ടാവും. ഇത്ര മൈക്രോ ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ സമയത്തിനൊക്കെ ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇലക്കറികളൊക്കെ കഴിക്കുക. ഇപ്പം മുരിങ്ങയില കഴിക്കേണ്ട, ഇത് കഴിയുമ്പം ഇലക്കറികളൊക്കെ കഴിക്കുക. ദിവ്യ, ഇലക്കറികളൊക്കെ ഒന്ന് കഴിക്കുക. പനീർ കഴിക്കുക, സോയ കഴിക്കുക. ഡിഫറെൻറ്റ് ടൈപ്പ് ഇത് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പോസ്റ്റ് ചെയ്തു, ഇന്നും നാളെയായിട്ട് പോസ്റ്റ് ചെയ്തത്. പിന്നെ ഗുരുവായൂർ മഞ്ചരീസിലൂടെ ഗുരുവായൂർ വരുന്നവർക്ക് റൂം ബുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ബുക്കിംഗ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. നമുക്ക് പുതിയ എന്താ പറയുക ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് റൂംസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ വേണമെന്ന് വെച്ചിട്ടേ നമ്മുടെ ക്ലാസ്സിൻ്റെ അടിയിൽ നെഗറ്റീവ് കമൻസ് ഇടുന്ന കുറച്ച് പേരെ ഞാൻ കാണുന്നുണ്ട്. അവരിട്ടോട്ടെ, അതിലൊന്നും എനിക്കൊരു വിരോധമില്ല. അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്തോട്ടെ. അതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ടാണ്. നമ്മുടെ എന്താ പറയുക, നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നത് ഇഷ്ടപ്പെടാതെ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും കൂടുതൽ ഫീൽ ചെയ്യേണ്ട. പിന്നെ അതൊക്കെ നോക്കാൻ നമുക്ക് മീഡിയ പാർട്ട്നേഴ്സ് ഒരുപാട് പേരുണ്ട്. അവരതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗാനമഞ്ജരി സോയ റെസിപ്പി ആദ്യം ഇടാം. ഗാനമഞ്ജരി ഇഷ്ടമായോ നിങ്ങൾക്ക്? അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എനിക്ക് വേണം. കാരണം ഗ്രൂപ്പിലിടുന്നു, പേജിലിടുന്നു, എനിക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല, അഭിപ്രായങ്ങൾ കിട്ടുന്നില്ല. പേജിലാണെങ്കിൽ എല്ലാവരും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടിട്ട് പോകുന്നു.
ഗ്രൂപ്പാണെങ്കിൽ അഡ്മിൻസ് ഓൺലി ആയതുകൊണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കമൻസ് ഇടാൻ പറ്റുന്നില്ല. ചിലരൊക്കെ എനിക്ക് പോസ്റ്റ് ചെയ്യുന്നു, പേഴ്സണലി ഇടുന്നുണ്ട്. സന്തോഷമായാലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും എനിക്കത് വളരെ നിർബന്ധമാണ് നിങ്ങളിൽ നിന്ന്. അപ്പോൾ ഗാനമഞ്ജരി ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ, ആയുർമഞ്ജരിയെക്കുറിച്ചുള്ള അഭിപ്രായം പറയും, എഴുതിയിടും എന്താണ് ആയുർമഞ്ജരിയെക്കുറിച്ചുള്ളത്. വെരി വെരി ട്രൂ. റെഡിമെയ്ഡ് ഫുഡ് നോട്ട് വെരി ഹെൽത്തി. യെസ്, കറക്റ്റാണ്. ത്രിവേണിയമ്മ മാറും. ഒക്കെ ഭഗവാനോട് അടുക്കുമ്പം അതൊക്കെ മാറും. എല്ലാവരുടെ മൈൻഡും ശരിയായി വരും. സൂപ്പറാണ്. ആയുർമഞ്ജരിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു മിനിറ്റ്, നിങ്ങൾ ഇട്ടോളൂ. സൂപ്പർ. ഗാനമഞ്ജരി സൂപ്പർ. ഗാനമഞ്ജരി ഇഷ്ടമായി. രാവിലെ എന്നും കേൾക്കും. സൂപ്പർ. ഗാനമഞ്ജരിയും എല്ലാം സൂപ്പറാണ്. കാരണം നമ്മുടെ ഗ്രൂപ്പ് ആക്റ്റീവായിരിക്കും. ക്ലാസ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഫുൾ സോങ് ഇടാൻ ശ്രമിക്കുമോ? ഫുൾ സോങ് വരുന്നില്ല. അപ്പം ഗാനമഞ്ജരിയിൽ ഫുൾ സോങ് ഇന്നും ഒരു വഴിയില്ല. ഞാൻ നമ്പർ അഡ്രസ്സ് വാങ്ങിച്ചു അയച്ചു കൊടുക്കാം. ഇന്ന് നമ്മൾ ആരും അവിടെ ഇല്ലല്ലോ. ആയുർമഞ്ജരി നല്ല അറിവുകൾ. ഗാനമഞ്ജരി ഫുൾ സോങ് അല്ലേ പോണേ? പ്രീത മാതാജി പറയുന്നു ഗാനമഞ്ജരി ഫുൾ സോങ് അല്ല. അയ്യപ്പന്റെ തേടിവരും കണ്ണുകളാണ്. അപ്പൊ അതിന്റെ തേടിവരും കണ്ണുകളിൽ 3:27 മിനിറ്റ് സോങ് ഉള്ളു. അല്ല 4:27. നമ്മുടെ ഫോട്ടോ വെച്ചപ്പോ 4:30 മിനിറ്റ് ആയി. അപ്പൊ ആ 3 മിനിറ്റ് സോങ് ഇല്ലാതിരുന്നു. അത് കട്ട് ചെയ്തിട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് വെച്ചിട്ട്. അത്രേ ഉള്ളൂ. കുറച്ചുള്ള സോങ് അയ്യപ്പൻ്റെതായതുകൊണ്ട് കുറച്ചേ ഉള്ളൂ എന്നാ പറയുന്നത്. എത്ര മിനിറ്റ് കട്ടായിരിക്കുന്നത്? 3 മിനിറ്റ് നമ്മൾ ഫോട്ടോ ഇട്ടപ്പോൾ കട്ടായി പോയതാണ്. അങ്ങനെയുള്ള പാട്ടുകൾ ഇടണ്ട. അല്ലാതെ ഫുൾ സോങ് ഇടാൻ പറ്റുന്ന മാത്രം ഇട്ടാൽ മതി. അതെ, ചിലതൊക്കെ ഫുൾ സോങ് ആണ്. പിന്നെ രണ്ടും സൂപ്പർ. പിന്നെ സൂപ്പറായിട്ടുണ്ട്. ഷെയറിങ് എവിടെ? ഷെയറിങ് ഇല്ലല്ലോ. ഷെയറിങ് എവിടെ? കുറച്ചുകൂടെ അപ്ഡേഷൻസ് ആണ്. ഓഡിയോനേക്കാളും കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്താണ് നമ്മളിപ്പോൾ ഗാനമഞ്ജരി ചെയ്യുന്നത്. ത്രിവേണിയമ്മ പറയുന്നു മോൾ അയക്കുന്നതൊക്കെ എല്ലാം നല്ലത്. അത് അമ്മമാരുടെ മനസ്സങ്ങനെയാണ്. എക്സ്പെഷ്യലി ത്രിവേണിയമ്മ. കുറേ അമ്മമാരുണ്ട് മഞ്ജരീസിൽ. എൻ്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അത് കുഴപ്പമില്ല, മോള് ചെയ്തതാ പറഞ്ഞതാ കറക്റ്റ്, മോൾ അയച്ചതാ ശരി. അതൊരു മാതൃത്വത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ്. എങ്കിലും അമ്മ അഭിപ്രായം പറയാറുണ്ട്, മോളെ അതൊന്ന് ഇങ്ങനെ ചെയ്യൂട്ടോ, അങ്ങനെ ചെയ്യൂട്ടോ അമ്മ, അങ്ങനെ മോളെ അത് കറക്റ്റ് ചെയ്താണ്. ജയന്തി അമ്മ, ത്രിവേണി അമ്മ, അങ്ങനെ കുറച്ച് അമ്മമാരുണ്ട്. നല്ല നല്ല ഉറക്കുപാട്ടുകളാണ്. അതെ 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 അതെ. ഷെയർ ചെയ്യൂട്ടാ. 2 പേര് ചെയ്തു. അഞ്ജു, വിനോദ്, അജിത് കുമാർ. മാക്സിമം ഷെയർ ചെയ്യൂ. കൊള്ളാം, നല്ലതാണ്. ഓക്കെ, സന്തോഷം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇനി ഞാൻ ഇവിടുന്ന് ചെന്നൈയിൽ എത്തുന്നത് വരെ ഉള്ള കുറച്ച് മിസ്സിങ് ആണ് കേട്ടോ, ക്ഷമിക്കണം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഷോപ്പിൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് റെഗുലറായിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്തത്. മാക്സിമം ഞാൻ ചെന്നൈയിൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ എത്തും. കിച്ചുവിനെ കണ്ടിട്ടും കുറേ ദിവസമായി, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കിച്ചു എന്തായോ എന്തോ. അപ്പോൾ കിച്ചുവിൻ്റെ അടുത്ത് വേഗം എത്തും. എത്രയും പെട്ടെന്ന് അന്നദാനമുള്ളവർ, വസ്ത്രദാനമുള്ളവർ പെട്ടെന്ന് ചെയ്യാം. അന്നദാനവും വസ്ത്രദാനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ്പെഷ്യലി കർക്കിടകത്തിൽ. അതുകൊണ്ട് മാക്സിമം അന്നദാനവും വസ്ത്രദാനവും ചെയ്യാം. ചെന്നൈയിൽ ഞാൻ ഉണ്ടാകുമ്പോൾ തന്ന വസ്ത്രദാനം അത് അവിടെ ചെയ്യാനുള്ളതാണ്. അത് അവിടുത്തെ സെഗ്മെൻറ്റിലേക്ക് മാറ്റി ആ വസ്ത്രം തന്നവർക്ക് നമ്മളതെല്ലാം സെറ്റിൽ ചെയ്ത് വെച്ചു. അത് ഞാൻ അവിടെ പോയിട്ട് ചെയ്യും. ഇവിടെ
നമ്മുടെ ഇപ്പോൾ നമ്മുടെ വൃദ്ധസദനത്തിലേക്ക് കൊടുക്കാനുള്ള വസ്ത്രങ്ങൾ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്നും നാളെ ആയിട്ട് ബുക്ക് ചെയ്യണം. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 41. കേൾക്കാം നിർമ്മൽ കുമാർ വൻഷി കേൾക്കാം കേട്ടോ. തിരക്കൊന്നുമില്ല, ഞാൻ ഇന്ന് തന്നെ കേൾക്കും ഓഡിയോസൊക്കെ. അപ്പം അതിലേക്ക് വാട്സപ്പ് ചെയ്യാം. വസ്ത്രദാനം ആരൊക്കെയാണെന്നുള്ളത് നമ്മുടെ മക്കളുടെ പേരിലൊക്കെ, ആരുടെ പേരിൽ നമ്മളെ ആരെങ്കിലും കുടുംബങ്ങളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വസ്ത്രമെങ്കിലും നമുക്ക് ദാനം ചെയ്യണം. 16-ാം തീയതി ഉള്ള ഏകാദശിയിലത് നമ്മളിപ്പോൾ ഒരു 2 ദിവസത്തിനുള്ളിൽ വസ്ത്രദാനം നടത്തും. പിന്നെ നാളെ ക്ലാസ് ഉണ്ടാവില്ല. നാളെ ഞാൻ എൻ്റെ കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കാൻ പോകാം, സൺഡേ ആയതുകൊണ്ട്. പിന്നെന്താ, വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. അപ്പം ക്ലാസ് എടുക്കാം. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ പിന്നെ ക്ലാസ് ബ്രേക്കായി പോകും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, ആർക്കും ഇനിയൊന്നും പറയാനൊന്നുമില്ലല്ലോ. സൂപ്പർ ഗാനമഞ്ജരി സുശീല മാതാജി. അപ്പം എടുക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഞാൻ കുട്ടികളുടെ ക്ലാസ്സിനെ കുറിച്ച് ആലോചിച്ചതായിരുന്നു. ഇപ്പം ഒരു മിനിറ്റ്. ഇന്ന് സൺഡേ ആണ്, കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്. 9:40 നമുക്ക് അയ്യോ ഉണ്ടായിരുന്നു ഷാജി പ്രഭു, നമ്മളിപ്പോൾ അയച്ചല്ലോ എല്ലാവർക്കും. വേണമായിരുന്നോ? വേണമെങ്കിൽ ഇന്ന് പറഞ്ഞോളൂ, ഞാൻ തിങ്കളാഴ്ച അയക്കും. തിങ്കളാഴ്ചത്തോടു കൂടി കർക്കിടക കഞ്ഞിക്കിറ്റൊക്കെ ക്ലോസ് ചെയ്യാം. കഞ്ഞിക്കിറ്റ്, അന്നദാനം, വസ്ത്രദാനം ഒക്കെ. ശ്രീകണ്ഠൻ പ്രഭു ഹരേ കൃഷ്ണ. അങ്ങയുടെ കൂടെ വന്ന് എനിക്ക് വീൽ ചെയർ കൊടുക്കാൻ പറ്റിയില്ല, അങ്ങ് പോയല്ലേ, സാരില്ല, ക്ഷമിക്കണം. മണിപ്പൂരിലെത്തിയല്ലേ, ഷോ ആ സ്ഥലം കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ്, ഭയങ്കര. പിന്നെ ബംഗ്ലാദേശിൻ്റെ ഒരു കാര്യം കേട്ടല്ലോ നിങ്ങൾ, എല്ലാവരും പ്രാർത്ഥിക്കുക. വളരെ മോശമായിട്ടാണ് അവിടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത്. എന്താണ് ഏതാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും ഭീകരമാണ് അവിടുത്തെ അവസ്ഥ. അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. സമാധാനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ജപിക്കുക. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, ഒരു മതത്തിനെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം 1000 പേരടങ്ങുന്ന ഒരു മതത്തിൽ 10 പേര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മതത്തെ മുഴുവൻ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. മനസ്സിലായില്ലേ? കുറേ പേര് തെറ്റുകൾ ചെയ്യുന്നു, കുറേ പേര് ദുരിതം അനുഭവിക്കുന്നു. എല്ലാം കൊണ്ടും നോക്കുമ്പോഴും വിഷമമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ സമാധാനം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മളെപ്പോലെയുള്ള ജീവാത്മാക്കളാണ്. അതിൻ്റെ അഗാധങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് വേറെ വെർഷനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കതൊന്നും പറയാൻ നമ്മൾ ആളല്ല, പറയണ്ട. നമുക്ക് മാക്സിമം പ്രാർത്ഥിക്കാം. അവിടെ സമാധാനം നിലനിൽക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. വയനാട്ടിലാണെങ്കിലും ഒരുപാട് പ്രയാസങ്ങളായി, കഴിയുന്ന എല്ലാവരും സഹായിക്കാം. നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മളിപ്പം ജാതിയോ മതമോ ഒന്നും നോക്കിക്കൊണ്ട് സംസാരിക്കേണ്ട ഒരു സമയമല്ല ഇപ്പം. നമ്മുടെ ചുറ്റുപാടുകൾ അത്രയും ഭീകരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, കിട്ടും എല്ലാ ഐശ്വര്യം. അപ്പോൾ നമ്മൾ ഹനുമാൻ പുരാണത്തിൽ കേട്ടത്, ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്, ബാലിയുടെ രൂപത്തിൽ ആരെയാണ് പുറത്താക്കിയത്? സുഗ്രീവൻ. അങ്ങനെ സുഗ്രീവൻ രക്ഷ നേടിയത് എവിടെയാണ്? ബാലി കയറാമലയിൽ. അവിടെ ബാലി കയറില്ല. അപ്പോൾ സുഗ്രീവൻ അവിടെ മാത്രമേ ഒരു രക്ഷയുള്ളൂ. അവിടെ ഇരുന്ന സുഗ്രീവൻ എന്താ ചെയ്തത്? നന്നായിട്ട് ജപിക്കാൻ തുടങ്ങി. ഒരുപാട് ജപവും കാര്യങ്ങളായിട്ട് സുഗ്രീവൻ ഇങ്ങനെ കാലം കഴിച്ചു കൂട്ടി. ആഞ്ജനേയസ്വാമി അടക്കമുള്ള നല്ല മനസ്സുള്ള ഒരുപാട് പേര് എന്താ ചെയ്തത്? അവരുടെയൊക്കെ സാമീപ്യത്തിൽ സുഗ്രീവൻ ഇങ്ങനെ സർവേശ്വരനുമായിട്ടുള്ള ആ ഒരു ചിന്തയിൽ ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുകയാണ്. ബാലിയുടെ രാജ്യത്തിൽ നിന്ന് സുഗ്രീവനെ പുറത്താക്കിയപ്പോൾ സുഗ്രീവൻ രാജകീയ സുഖസൗകര്യങ്ങളെല്ലാം മറന്ന് പരിവാരങ്ങളും ഭാര്യയും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഋഷ്യമൂകാചല ശൃംഗത്തിൽ അങ്ങനെ വസിച്ചു എന്നാണ് പറയുന്നത്. അതായത് മലയുടെ മുകളിൽ അദ്ദേഹം ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ധ്യാനമായിട്ട്.
സുഗ്രീവന് ഭാര്യയും നഷ്ടമാകുന്നു, അതുപോലെ രാജ്യവും നഷ്ടമാകുന്നു, സുഖസൗകര്യങ്ങൾ നഷ്ടമാകുന്നു, എല്ലാം നഷ്ടമാകുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന് 2 വശങ്ങളുണ്ട്. നമ്മൾ ഹെഡ് ആൻഡ് ടെയിൽ കളിക്കില്ല, അതിൽ 2 വശങ്ങളുണ്ട്. നല്ലതുമുണ്ട്, ചീത്തയും. ഒരു മനുഷ്യായുസിൽ നമ്മൾ നല്ലതെല്ലാം അനുഭവിക്കണം, ചീത്തയെല്ലാം അനുഭവിക്കണം. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്കെ സുഷമാദേജി, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആൾക്കാരാണ്. ആ തെറ്റുകളുടെ എല്ലാ പരിണിത ഫലവും നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കണം, അതിൽ യാതൊരു സംശയവുമില്ല. ഈ കർമ്മഫലം അനുഭവിക്കാനാണ് നമ്മൾ ഈ ലോകത്തിൽ വരുന്നത്, അല്ലേ? നമ്മൾ നല്ലത് ചെയ്തു നോക്കൂ, നമുക്ക് നന്മയെ വരും. അപ്പം നമ്മൾ പറയും, നമ്മൾ എത്ര നന്മ ചെയ്യുന്നു മാതാജി, എന്നിട്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാം ദുരിതമാണെന്ന്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ആ ദുരിതം കഴിഞ്ഞ ജന്മത്തിൻ്റെ റിസൾട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ ജന്മത്തിൻ്റെ റിസൾട്ടാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ നിശബ്ദമായി നിൽക്കുക. നമ്മുടെ കുടുംബങ്ങളുടെ മുമ്പിലായാലും കൂട്ടുകാരുടെ മുമ്പിലായാലും ചുറ്റുപാടുകളുടെ മുമ്പിലായാലും നമ്മൾക്ക് ദുഃഖമാണ്, നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് വരുന്നതെങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ട. കാരണം എന്താ അറിയോ? സഹിക്കുക. മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ നെഗറ്റീവ് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ എന്തെങ്കിലും ആയിത്തീരുന്നു എന്ന് കാണുമ്പോൾ നമ്മളെ തേടി വരുന്ന ബന്ധുമിത്രാദികൾ, നമ്മളൊന്നുമല്ലാമെങ്കിൽ ഒരു വിവാഹം പോലും നമ്മളെ അറിയിക്കാത്ത ബന്ധുമിത്രാദികൾ, ഇതൊക്കെ രണ്ടും നമ്മൾ ഒരുപോലെ കാണും. നമ്മൾ പ്രതികരിക്കണം. നമുക്ക് ആരോടും ഒരു വാശിയും വേണ്ട, ദേഷ്യവും വേണ്ട, വെറുപ്പും വേണ്ട, ഒന്നും വേണ്ട. നിശബ്ദതയിലൂടെ മുന്നോട്ട് പോവുക. എല്ലാം നമ്മൾ ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യാം, അതാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു, ഈശ്വരൻ നമുക്ക് നല്ലതേ തരും. കുറച്ച് വൈകിയാണെങ്കിലും ഈശ്വരൻ്റെ കാരുണ്യം നമ്മൾക്ക് മേൽ വരും. മനസ്സിലാകില്ലേ? അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള വേദനകളോടും ഒറ്റപ്പെടുത്തലോടും ഒന്നും നമ്മൾ പ്രതികരിക്കാതിരിക്കുക. സഹിക്കുക. എത്രത്തോളം സഹിക്കാൻ പറ്റുമോ അത്രത്തോളം സഹിക്കുക. പബ്ലിക്കായിട്ട് കരഞ്ഞില്ലെങ്കിലും മാറിയിരുന്ന് ഒറ്റയ്ക്ക് കരഞ്ഞു തീർക്കുക. അത് ഈശ്വരൻ്റെ മുമ്പിൽ കരഞ്ഞോളൂ, യാതൊരു തെറ്റുമില്ല. ഒരു കുട്ടി എങ്ങനെയാണോ സ്വന്തം അമ്മയുടെ മുമ്പിൽ വന്ന് ചെറിയ കുഞ്ഞുങ്ങളാവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? എന്തെങ്കിലുമൊക്കെ ഇതായി കഴിഞ്ഞാൽ വേഗം അഭയം തേടുന്നത് അമ്മയുടെ ഷോൾഡർ അല്ലെങ്കിൽ അച്ഛൻ്റെ നെഞ്ചിലാണ്, അല്ലെ? ആ കുട്ടിക്ക് മറ്റാരെടുത്തതിനേക്കാൾ കൂടുതലും ആ കുട്ടിക്ക് സുരക്ഷ തോന്നുന്നത് അവിടെയാണ്. ഇപ്പം നമ്മൾ വളർന്നു, ഒരിക്കലും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചിൽ പോയി കിടന്ന് കരയാൻ പറ്റില്ല. അത് അവർക്ക് അതിനേക്കാൾ വലിയ വേദന ഉണ്ടാക്കും. ഞാനൊന്നും ഒരിക്കലും എത്ര സങ്കടം വന്നാലും എൻ്റെ അച്ഛൻ്റെ മുമ്പിലൊക്കെ ഞാൻ ബോൾഡായി നിൽക്കും. കാരണം ഒരിക്കലും അച്ഛൻ അറിയരുത് ഞാൻ വിഷമങ്ങൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ വേറൊരാൾ എന്നെ വിഷമിപ്പിക്കുന്നു എന്ന് എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ അറിയരുത്. അതിനുള്ള പക്വത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം എന്താ? ഇനിയുള്ള കാലം അവർ വാർദ്ധക്യത്തിലേക്ക് വന്നു, ഇനിയുള്ള കാലം അവർ സമാധാനത്തോടെ ജീവിക്കണം. അവർക്കൊരിക്കലും സങ്കടങ്ങൾ കൊടുക്കരുത്. നമ്മൾ എന്താ പറയുക, കഴുത്തോളം വേദന അനുഭവിച്ചാലും അത് നമ്മുടെ അച്ഛനമ്മമാരറിയാൻ പാടില്ല. ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളാണ്. എനിക്ക് എന്ത് പ്രയാസം വന്നാലും ഞാൻ അവരെ മുമ്പിൽ പറയില്ല. ഞാൻ എത്ര സ്ട്രെസ് ചെയ്താലും ചില സമയത്ത് എൻ്റെ കയ്യിൽ കഴിക്കാൻ പൈസ ഇല്ല എങ്കിൽ, ഞാൻ കഴിച്ചില്ലെങ്കിലും വീട്ടിൽ പോയാൽ അച്ഛൻ പറയും, ചോറ് തീർന്നു, എനിക്ക് ചോറ് വേണമായിരുന്നു. ഞാനിപ്പോൾ കഴിച്ചിട്ടാച്ചാ വന്നത്, ഫുള്ളാണ് വയറ് എന്ന് പറഞ്ഞിറങ്ങിയ സമയങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും നമ്മളെ ഓർത്ത് ഇനി അവർ ഒരു കാരണവശാലും വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇനി നമ്മളുടെ വേദനകൾ പറയാനുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാന്റെ മുന്നിലാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും കരഞ്ഞോളൂ, നിങ്ങൾ എത്ര വേണമെങ്കിലും പരാതികൾ പറഞ്ഞോളൂ, എത്ര വേണമെങ്കിലും നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിട്ടോളൂ. പക്ഷേ മൂന്നാമതൊരാൾ ഒരിക്കലും നമ്മുടെ സങ്കടങ്ങൾ അറിയരുത്. അവിടെ നമ്മൾ താഴ്ന്നു പോവുകയാണ്, നമ്മളൊന്നും അല്ലാതായി പോവുകയാണ്. കുത്തിയിരുന്ന് നമ്മളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ വേറൊരാളോട് ചാറ്റ് ചെയ്യരുത്, കുത്തിയിരുന്ന് പറയരുത്. മനസ്സിലായി? ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടന്ന് നമ്മൾ ഈശ്വരനോട് പറഞ്ഞ് ഒരു ശരിയായ വഴി എന്താണോ ആ വഴി തിരഞ്ഞെടുക്കുക. അല്ല മാതാജി, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം സുഷാ മാതാജിയുടെ പാരൻസ് ഒരു പക്ഷേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു 80% പാരൻസിന് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല മാതാജി. എല്ലാവരും നമ്മുടെ ലൈവ് കാണുന്നവരും നമ്മുടെ ഈ ഒരു സമൂഹത്തിലുള്ളവരും എല്ലാവരും സാധാരണക്കാരായ ജനങ്ങളാണ്. മിക്ക പാരൻസും എന്താ പറയുക, ഫിനാൻഷ്യലി സൗണ്ടായിരിക്കില്ല, ഹെൽത്തി സൗണ്ടായിരിക്കില്ല. ചില സമയത്ത് ഇപ്പോൾ എനിക്കൊരു ബ്രദറാണ്, എൻ്റെ ബ്രദറും ഞാനും വളരെ ക്ലോസാണ്, അത് വേറെ കാര്യം. പക്ഷേ ചില വീടുകളിൽ എങ്ങനെയാണെന്നറിയാമോ, പാരൻസ് ആൺകുട്ടികളുടെ കൂടെയായിരിക്കും ജീവിക്കുക. അപ്പോൾ അവർക്ക് ഭാര്യമാരുണ്ടാവും. ഒരു പരിധിയിൽ കൂടുതൽ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ഇതൊക്കെ ഓരോ സാഹചര്യമാണ്. അപ്പം നമ്മൾ സ്ത്രീകൾ എന്ത് ചെയ്യുക, മാക്സിമം സഹിക്കുക.
സഹിച്ചു മുന്നോട്ട് പോകും. എത്രത്തോളം നമ്മൾ ക്ഷമിക്കുന്നു, എത്രത്തോളം നമ്മൾ സഹിക്കുന്നു, അത്രത്തോളം നമുക്ക് ഉയർച്ചയുണ്ടാവും. സഹനം എന്ന് പറയുന്നത് ഈശ്വരനിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാരുണ്യമാണ്. നമുക്ക് ധനമല്ല ഭഗവാനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ്, നമുക്കെല്ലാം സഹിക്കാനുള്ളൊരു മനസ്സ്, ക്ഷമിക്കാനുള്ളൊരു മനസ്സ്, എല്ലാവരെയും കരുതാനുള്ളൊരു മനസ്സ്. ഇതാണ് നമ്മളെല്ലാം ഭഗവാനിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാം. അതാണ് വേണ്ടത്. ഒരുപാട് നമ്മൾ സഹിക്കേണ്ടിയിരിക്കുന്നു ജീവിതത്തിൽ. ഇവിടെ സുഗ്രീവൻ സ്വന്തം ജ്യേഷ്ഠനായ ബാലിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴും ബാലിയെ എങ്ങനെ ദ്രോഹിക്കാം എന്നല്ല അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം എന്താ ചെയ്തത്? ഈശ്വരനോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വാസ്തവം എന്താ പറയുക, ഇതൊരു കഥ പോലെയല്ല കേട്ടുപോകേണ്ടത്. എപ്പോഴാണോ നമ്മൾ ഒറ്റപ്പെടുന്നത്, എപ്പോഴാണോ നമുക്കെല്ലാം നഷ്ടമാവുന്നത്, അവിടെ ഒരു ഈശ്വരനോടുള്ള ഒരു ആത്മബന്ധം ഉണരുകയാണ്. മനസ്സിലാവുന്നത്? അങ്ങനെ നമ്മുടെ സുഗ്രീവനും ഈശ്വരനോടുള്ള ആ ഒരു ആത്മബന്ധം അദ്ദേഹത്തിന് ഓൾറെഡി ഉണ്ട്, എങ്കിലും കുറച്ചും കൂടെ ഡെവലപ്പായിരിക്കണം. എല്ലാം നഷ്ടപ്പെട്ടിട്ട് ദുഃഖത്തോടു കൂടി കഴിയുന്ന അദ്ദേഹത്തിന് ആശ്വാസം നൽകണേ എന്നാണ് സുഗ്രീവൻ സർവേശ്വരനോട് മനമുരുകി നൊന്ത് പ്രാർത്ഥിച്ചത്. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ഭഗവാനെ എല്ലാം സഹിക്കാനുള്ള കരുത്ത് നൽകണേ, എല്ലാം ക്ഷമിക്കാനുള്ള കരുത്ത് നൽകണേ എന്നാണ് ഈശ്വരനോട് പ്രാർത്ഥിച്ചത്. അല്ലാതെ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ രാജ്യത്ത് കയറാൻ പറ്റണേ, എൻ്റെ ബാലി എല്ലാം മനസ്സിലാക്കണേ, എൻ്റെ ഭാര്യ തിരിച്ചു വരണേ, സുഖസൗകര്യങ്ങൾ തിരിച്ചു വരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനയും അതായിരിക്കണം. എല്ലാം ക്ഷമിക്കാനുള്ള കരുത്ത് നൽകണേ, എല്ലാം സഹിക്കാനുള്ള കരുത്ത് നൽകണേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. പിന്നെന്താ പറയുന്നത്? ദുഃഖത്തോടുകൂടി ഒരുപാട് ദിവസങ്ങൾ, ദുഃഖം നിറഞ്ഞ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിന് പിൻപേ മറ്റൊന്നായിട്ട് കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. വിഷമിച്ച് ഒറ്റപ്പെട്ട് വേദനയോട് കൂടിയുള്ള ശപിക്കപ്പെട്ട ആണ്ടുകൾ വന്നു പോവാണ്. കാരണം അദ്ദേഹം ഒറ്റയ്ക്കായിപ്പോയി. ശപിക്കപ്പെട്ട ആണ്ടുകളാണ്. തെറ്റുകൾ ചെയ്യാതെ ഇത്രയും വേദനയോടുകൂടി ഞാൻ കഴിയേണ്ടി വന്നല്ലോ. എനിക്ക് ആരോടും പരാതിയില്ല. ഈശ്വര, എനിക്ക് എല്ലാം സഹിക്കാനുള്ള ശക്തി നൽകി അനുഗ്രഹിക്കണേ. ഇതായി ഇങ്ങനെ സുഗ്രീവന്റെ ദിവസങ്ങൾ. ആ സമയത്ത് സുഗ്രീവൻ അനുഭവിച്ച മനസ്സിന്റെ വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വാക്കുകൾ കൊണ്ട് പൂർണ്ണമാക്കാൻ കഴിയില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ വിമുക്തനാക്കിയത്, എല്ലാത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് വിവേകിയായിരുന്ന ആഞ്ജനേയനായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു അതിശയവുമില്ല. ആഞ്ജനേയ സ്വാമി പറഞ്ഞു കൊടുത്തിരുന്നു, ഇതിലെല്ലാം നിനക്ക് പുറത്തു വരാൻ സാധിക്കും, ഇതെല്ലാം നീ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് പ്രിയ സുഹൃത്തെ, അനുഭവിക്കുക എന്ന് ആഞ്ജനേയ സ്വാമി നന്നായി സുഗ്രീവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു ഉയർന്ന പാറപ്പുറത്ത് ഓരോന്നിങ്ങനെ ആലോചിച്ച് വിഷമത്തോടുകൂടി സുഗ്രീവൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ വന്യമൃഗങ്ങൾ, മോനെ ആ കിച്ചൻ്റെ ഡോറ് ക്ലോസ് ചെയ്ത് അടച്ച് കുക്കർ വന്യമൃഗങ്ങൾ നിറഞ്ഞ ഒരു നദിയുടെ തീരത്തുകൂടി ധൈര്യത്തോടുകൂടി, വന്യമൃഗങ്ങൾ ഉള്ള ഒരു കാട്, അതിൻ്റെ എന്താ പറയുക, തീർച്ചയായിട്ടും സുനിൽ പ്രഭു, വന്യമൃഗങ്ങൾ നിറഞ്ഞ വിഷ്ണു പോയി അടച്ചപ്പം ബിന്ദമ്മ പോയി തുറക്കാൻ പറ്റും. അവനെ കിച്ചണിൻ്റെ ജനൽ തുറന്നു വെക്കണേ. ബിന്ദമ്മ കിച്ചണിൽ ഒറ്റയ്ക്കാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടേക്ക്. അപ്പോൾ വന്യമൃഗങ്ങൾ നിറഞ്ഞ പമ്പയുടെ തീരത്തുകൂടി കുറേ ഇങ്ങനെ സുഗ്രീവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിറച്ചും വന്യമൃഗങ്ങളുണ്ട്. അപ്പോൾ പമ്പയുടെ അവിടെ ഒരു പമ്പാ നദി ഉണ്ടായിരുന്നു. അതിൻ്റെ തീരത്തുകൂടി 2 യോദ്ധാക്കൾ നടന്നു വരുന്ന കാഴ്ച സുഗ്രീവൻ കണ്ടു. ആ കാട് നിറച്ചും വന്യമൃഗങ്ങളാണ്, ഭയങ്കര ക്രൂരമായിട്ടുള്ള വന്യമൃഗങ്ങൾ. പക്ഷേ അതിലൂടെ ആ നദിയുടെ തീരത്തുകൂടി 2 യോദ്ധാക്കൾ നടന്നു വരികയാണ്. ചാപവും ശരങ്ങളും ഒക്കെ കയ്യിലുണ്ട്. ആ വീര യോദ്ധാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢഗാത്രന്മാരാണ്. കണ്ടാൽ തന്നെ നമ്മൾ പെട്ടെന്ന് അട്രാക്റ്റീവ് ആവും. അതുപോലെയുള്ള ധൈര്യശാലികളായ ശക്തിയുള്ള 2 പേര്. നല്ല തേജസ്സും ഉണ്ട് അവരുടെ മുഖത്ത്. ജടാമുടിയൊക്കെ ഉണ്ട് അവർക്ക്. ജടയും മുടിയൊക്കെ വളർന്ന് വൽക്കലമൊക്കെ ധരിച്ചിരിക്കുന്ന അവര് ക്ഷത്രിയരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇവർ ക്ഷത്രിയരാണ്. ഈ കൊടും കാട്ടില് ഇവരാരെയാണ് അന്വേഷിച്ച് നടക്കുന്നത്? സുഗ്രീവൻ ചിന്തിക്കുകയാണ്.
ഈ കൊടുങ്കാട്ടിൽ ഇവരിങ്ങനെ ഈ വന്യമൃഗങ്ങളുള്ള നദിയുടെ തീരത്തുകൂടി ഈ ജടയും മുടിയൊക്കെ പിടിച്ച് കയ്യിലിങ്ങനെ ശരവും വില്ലും ഒക്കെ എന്തി ആരെയാണ് ഇവർ അന്വേഷിച്ച് നടക്കുന്നത്? ഒരു പക്ഷേ ബാലി പറഞ്ഞതനുസരിച്ച് എന്നെ തേടി നടക്കുകയാണോ? കാരണം വേറെ ആരുമില്ല ആ കാട്ടിൽ. ബാലി പറഞ്ഞ പ്രകാരം ഇവർ എന്നെ തേടിയാണോ നടക്കുന്നത്? എന്നെ കൊല്ലാനാണോ ഇവർ ശ്രമിക്കുന്നത്? ബാലി അയാൾ ഒന്നിനും മടിക്കില്ല. ഇനി അദ്ദേഹത്തിന് പ്രവേശിക്കാൻ സാധിക്കാത്ത ബാലികേറ ആ മലയിൽ എന്നെ അന്വേഷിച്ചു വന്നതായിരിക്കും അവര്. ബാലിയുടെ പല പല പദ്ധതികൾ എനിക്കറിയാം. എന്തായാലും ബാലി എന്നെ കൊല്ലാൻ അയച്ച ആളുകൾ തന്നെയാണ് ഇവർ. ബാലിയുടെ കുതന്ത്രമല്ലേ എന്നിങ്ങനെ സുഗ്രീവൻ ആലോചിച്ചു. ഉടനെ സുഗ്രീവൻ്റെ നെഞ്ചിൽ നിന്നൊരു ഞെട്ടൽ വന്നു. ബാലിക്കേ ഇവിടെ കയറാൻ പറ്റാണ്ട്, ബാലി പറഞ്ഞിവിടുന്ന ആളുകൾക്ക് ഇവിടെ കയറാൻ പറ്റും. ഈശ്വര, ഇതും ഒരു വിധിയാണോ? ഈ വിധിയും ഞാൻ താങ്ങണം. പേടിച്ചുകൊണ്ട് സുഗ്രീവൻ ഇരുന്ന ആ പാറപ്പുറത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് സുഗ്രീവൻ എന്ത് ചെയ്തു? അഭയകേന്ദ്രസ്ഥാനമായിരിക്കുന്ന ആഞ്ജനേയനെ മനസ്സാലങ്ങ് ധ്യാനിച്ചു. ആഞ്ജനേയ, അങ്ങേക്കല്ലാതെ എന്നെ ഇനി രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്ന് വിളിച്ച് ആഞ്ജനേയനെ ഉടനെ തന്നെ സുഗ്രീവൻ ആഞ്ജനേയ സ്വാമിയെ സുഗ്രീവന്റെ അടുത്തേക്ക് വിളിച്ചു. സുഗ്രീവൻ പറഞ്ഞു, ആഞ്ജനേയ, നിരാശ്രനായ എന്നെ വിധിയുടെ നിഴൽ പിന്തുടരുകയാണ്. ആരോരുമില്ലാത്ത എന്നെ, ഒരു രക്ഷയുമില്ലാത്ത എന്നെ വിധി വീണ്ടും വേട്ടയാടുകയാണ്. അതാ നോക്ക്, ആയുധം ധരിച്ചുകൊണ്ട് 2 യോദ്ധാക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. മിക്കവാറും ഇവര് ബാലി പറഞ്ഞതനുസരിച്ച് എന്നെ കൊല്ലാൻ വരുന്നവരാണ്. അവരുടെ അടുത്ത് ആഞ്ജനേയൻ പോയിട്ട് ചോദിക്കൂ, അവരെന്തിനാ ഇവിടെ വന്നതെന്ന്, അവരെന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് വേഗം പോയി ചോദിക്കേ. ശത്രുക്കളാണെങ്കിൽ എന്നെ രക്ഷിക്കണം, അവർ ശത്രുക്കളാണെങ്കിൽ എന്നെ വിവരം അറിയിക്കാനും മറക്കരുത് ആഞ്ജനേയ, വേഗം ചെല്ലൂ. മിത്രങ്ങളാണ് അവരെങ്കിൽ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രസാദം കാണുമ്പം ഞാനത് മനസ്സിലാക്കും. ശത്രുക്കളാണെങ്കിൽ അങ്ങയുടെ മുഖഭാവം മാറും, മിത്രങ്ങളാണെങ്കിൽ എനിക്ക് അങ്ങയുടെ മുഖത്തുള്ള പ്രസാദം കാണുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞു. ഭയങ്കര ഭയം സുഗ്രീവന്, ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ സുഗ്രീവന്റെ മനസ്സിൽ എന്താണോ എന്നുള്ളത് ഹനുമാൻ സ്വാമിയെ അറിയിച്ചു. ആ മലയുടെ മുകളിൽ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് ആഞ്ജനേയൻ നിന്നുകൊണ്ട് ആ വരുന്ന ആൾക്കാരെ ഒന്ന് നോക്കി. ഏറ്റവും ഉയർന്ന ടോപ്പിൽ കയറി നിന്നുകൊണ്ട് ആഞ്ജനേയൻ ആ വരുന്നവരെ ഒന്ന് ശരിക്കൊന്ന് വീക്ഷിച്ചു. നല്ല മുഖകാന്തിയുള്ള ശ്രേഷ്ഠരായിരിക്കുന്ന ഇവര് ആരും പറഞ്ഞിട്ട് വിട്ടതാവാൻ ചാൻസ് ഇല്ല. ആഞ്ജനേയൻ നോക്കിയപ്പോൾ ആഞ്ജനേയൻ ആലോചിച്ചു, നല്ല മുഖകാന്തിയുണ്ട്, നല്ല ദൃഢഗാത്രരാണ് ഇവര്, ക്ഷത്രിയരാണ്, വല്ലാത്തൊരു ചൈതന്യം. ഇവരെന്തായാലും ആരും പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരല്ല, ശാന്ത സ്വരൂപമാണിവർ, ദൈവ ചൈതന്യമുള്ള ഇവര് അവതാര പുരുഷന്മാരെ പോലെ അനന്യ സാധാരണന്മാരായിട്ടാണ് ഇവർ കാണുന്നത്. ഒരാൾ പറഞ്ഞിട്ട് മറ്റൊരാളെ കൊല്ലാൻ വരുന്ന മുഖഭാവം ഒന്നും അല്ല ഇവർക്ക്. ഭക്തന്മാരെ പോലെ ഇരിക്കുന്നു ഇവര്, അവതാര പുരുഷന്മാരെ പോലെ ഇരിക്കുന്നു. അപ്പം ഭക്തി നിറഞ്ഞു തുളുമ്പുന്ന നമ്മുടെ ആഞ്ജനേയ സ്വാമിയുടെ ഉള്ളിൽ അവരെക്കുറിച്ച് അങ്ങ് മതിപ്പും മമതയൊക്കെ കൂടി സർവോപരി ഭയഭക്തി ബഹുമാനം തോന്നി ആഞ്ജനേയ സ്വാമിക്ക്. ഈശ്വര ദർശനം കൈവന്ന പോലെ ആ ഒരു മനസ്സോടുകൂടി ആഞ്ജനേയ സ്വാമി പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ ദൂരെ നിന്ന് വരുന്ന ആ 2 അവതാര പുരുഷന്മാരെ കൈകൂപ്പി നമസ്കരിച്ചു. എന്നിട്ട് ഹനുമാൻ സ്വാമി വന്ന് സുഗ്രീവനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. സുഗ്രീവ, ആ വരുന്നവര് ശത്രുക്കളോ ദുഷ്ടാത്മാക്കളോ ഒന്നല്ല, ദിവ്യ തേജസ്സികളായിരിക്കുന്ന അവര് പുണ്യപുരുഷന്മാരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അരുൾ ചൊരിയുന്ന കുവല നയനങ്ങളാണ്, വീരോചിതങ്ങളായിരിക്കുന്ന നീണ്ട കരങ്ങളാണ്, സർവോപരി പ്രശാന്തത കളിയാടുന്ന മുഖകമലങ്ങളുള്ള അവർ സർവോത്കൃഷ്ടന്മാർ തന്നെയാണ് സുഗ്രീവ. നീണ്ട കൈകളുണ്ട്, നല്ല എന്താ പറയാ ദയ തോന്നുന്ന കണ്ണുകളാണ്, സ്നേഹം തുളുമ്പുന്ന കണ്ണുകളാണ്, അതുപോലെ പ്രശാന്തതയാണ് അവരുടെ മുഖത്ത്.
അവർക്കൊരു റിവെഞ്ചിങ് മെൻറ്റാലിറ്റി ഇല്ല, പ്രതികരിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഒന്നും ഇല്ല അവരുടെ മുഖത്ത്. ശക്തനായ ബാലിയോടുള്ള ഭയം അങ്ങേ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് സുഗ്രീവ. അങ്ങ് ബാലിയെ ഒരുപാട് ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അങ്ങേക്ക് ആരെ കണ്ടാലും അങ്ങനെ ഒരു ചിന്ത വരുന്നത്. അങ്ങ് ബാലിയെ ഭയപ്പെടേണ്ട. ബാലി പറഞ്ഞയച്ചിട്ട് വരുന്നവരല്ല സുഗ്രീവ അവര്. അപ്പൊ സുഗ്രീവൻ പറഞ്ഞു, ആഞ്ജനേയ, എൻ്റെ ശത്രുവായ ബാലി ശക്തൻ മാത്രമല്ല, കുതന്ത്ര ചിന്താഗതിയുള്ള അവൻ ശത്രുക്കളെ വകവരുത്താൻ വേണ്ടി ഏതു വഴിയും സ്വീകരിക്കും. ഒരു മടിയും അതിനില്ല. തന്ത്രപരമായി ഇവിടേക്ക് വരുന്നവരെ സമീപിച്ച് അവർ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ എനിക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടും ആഞ്ജനേയ. എനിക്ക് നല്ല പേടിയുണ്ട്. അങ്ങ് പോയി ചോദിക്കൂ. ഇതിപ്പോൾ അങ്ങ് കണ്ടു മനസ്സിലാക്കിയ കാര്യമല്ലേ. ബാലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാലി ഭയങ്കര സാധനമാണ്. ആരെയും കൊല്ലും, ഏതു വഴിയും സ്വീകരിക്കും. അതുകൊണ്ട് അങ്ങ് ചെല്ലു, പോയിട്ട് അവരെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. ശരി, സുഗ്രീവൻ്റെ സംശയങ്ങൾ എന്തായാലും ഒന്ന് തീർത്തു കൊടുക്കണം. അതിന് നമ്മുടെ നിത്യബ്രഹ്മചാരിയായിരിക്കുന്ന ആഞ്ജനേയ സ്വാമി എന്ത് ചെയ്തു? ഒരു ബ്രാഹ്മണനെ പോലെ രൂപം മാറിയിട്ട് ആ പമ്പാ നദിയുടെ തീരത്തുകൂടി വരുന്ന ആ വ്യക്തികളെ പോയിട്ട് നല്ല രീതിയിൽ വിനയത്തോടു കൂടി നമസ്കരിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി, തന്മൻ പ്രണാമം. വിനയത്തോടു കൂടി വന്ദിച്ചു. ഹേ ബ്രാഹ്മണകുമാര, അങ്ങ് ആരാണ്? ജനസഞ്ചാരമില്ലാത്ത ഈ കൊടുങ്കാടിനുള്ളിൽ അങ്ങ് എന്തിനാണ് ഒറ്റയ്ക്ക് നടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം ആഞ്ജനേയനോട് ഇവരിത് ചോദിച്ചപ്പം, ജയ് ശ്രീകൃഷ്ണ, ചോദിച്ചപ്പം ബ്രാഹ്മണകുമാരനായ നമ്മുടെ ആഞ്ജനേയ സ്വാമി പറഞ്ഞു, മഹാന്മാരെ, ഋഷിമുഖാദ്രിയിലുള്ള ഒരു പർണാശ്രമത്തിലെ ആശ്രിതനായ ഒരു പാവം ബ്രാഹ്മണകുമാരനാണ് ഞാൻ. ആശ്രമത്തിലേക്ക് ആവശ്യമായ പുഷ്പങ്ങൾ പറിച്ച് നടക്കുമ്പോൾ യാദൃശ്യമായി ഭവാന്മാരെ കാണാനുള്ള സൗഭാഗ്യം ലഭിച്ചു. ആശ്രമവാസിയായ എനിക്ക് മറ്റൊന്നും അറിയേണ്ട കാര്യമില്ലെങ്കിലും ദിവ്യന്മാരായിരിക്കുന്ന ഭവാന്മാര് അവഗണിക്കുന്നത് ഉചിതമല്ല എന്ന് കരുതിയാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ അതെന്താ പറഞ്ഞെന്ന്? ഇവിടെയുള്ള പർവ്വതത്തിലെ ഉയർന്ന സ്ഥലത്തുള്ള ഒരു പർണാശ്രമത്തിൽ, ഒരു ആശ്രമത്തിൽ ജീവിക്കുന്ന ഒരു ബ്രാഹ്മണകുമാരനാണ് ഞാൻ. എനിക്ക് ആശ്രമത്തിലേക്ക് ആവശ്യമായ പൂക്കളൊക്കെ പറിച്ച് നടക്കുമ്പം ദിവ്യന്മാരായിരിക്കുന്ന രണ്ടുപേരെ കണ്ടപ്പോൾ അവരെ അവഗണിക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പം നിങ്ങൾ ആരാണെന്ന് അറിയാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. കുമാര, അയോധ്യാധിപതിയായിരിക്കുന്ന ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ് ഞങ്ങൾ. അവർ പറയാണ്, അയോധ്യാധിപതിയായിരിക്കുന്ന ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ് നമ്മൾ. ദേശസഞ്ചാരത്തിനിറങ്ങിയ ഞങ്ങൾ ഈ കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെന്താ പറയുന്നത്? അങ്ങനെ പോകുന്ന സമയത്താണ് ഞങ്ങൾ ഈ കാട്ടിലെത്തിയത് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രാഹ്മണകുമാരൻ പറഞ്ഞു, പ്രഭു, അടിയൻ പറയുന്നത് തെറ്റാണെങ്കിൽ അങ്ങ് പൊറുക്കണം. എന്താ പറയുന്നത്? അടിയൻ പറയുന്നത് തെറ്റാണെങ്കിൽ അവിടുന്ന് പൊറുക്കണം. അരമനയില്, അതായത് കൊട്ടാരത്തില് സുഖസൗകര്യങ്ങളോട് കൂടി ജീവിക്കേണ്ട നിങ്ങൾ എന്തിനാണ് ഈ കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്? മൂഢാത്മാവായിരിക്കുന്ന എനിക്ക് പോലും ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും തമ്മിൽ കണ്ടുമുട്ടാണ്. മനസ്സിലായില്ലേ? അവർ തമ്മിൽ കണ്ടു കാട്ടിൽ വെച്ചിട്ട്. അപ്പൊ ചോദിക്കുകയാണ് ഹനുമാൻ സ്വാമി, എന്തിനാണ് നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ഈ കാട്ടിൽ വന്നത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൊട്ടാരത്തിൽ എന്തെല്ലാം സുഖസൗകര്യങ്ങളുണ്ട്. അയോധ്യാപതിയായിരിക്കുന്ന നിങ്ങൾ രണ്ടുപേരും എന്തിനാ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. ആ ഒരു ദിവ്യ മുഹൂർത്തം വളരെ മഹത്തരമാണ്. ശിരസുമോടെ
തിങ്കൾ നിന്നു ഭവിക്കയാൽ വാൽമീകി എന്നു വേണം ചൊല്ലുവാനല്ലാതെ വാൽമീകി എന്ന് തെറ്റായി ചൊല്ലിക്കൂടാ. വാൽമീകി മാമുനിയല്ലോ രചിച്ചീ ആദി മഹാകാവ്യം. രാമായണങ്ങൾ നിരവധിയുണ്ടെന്നും നീയും അറിഞ്ഞിടേണം. അങ്ങനെ നമ്മുടെ ശ്രീരാമസ്വാമി ആഞ്ജനേയനെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിന് മുമ്പിൽ തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ബ്രഹ്മചാരി വിവേകിയും ബുദ്ധിമാനുമാണെന്ന് മനസ്സിലാക്കി. ആര്? നമ്മുടെ ശ്രീരാമസ്വാമി. ശ്രീരാമസ്വാമിയോടാണ് കളി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അവരുടെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഞങ്ങൾ ദശരഥ മഹാരാജാവിൻ്റെ മക്കളാണെന്ന് പറഞ്ഞല്ലോ. മൂത്തവനായിരിക്കുന്ന എൻ്റെ പേര് രാമൻ എന്നാണ്. ഇളയവനായിരിക്കുന്ന ഇവൻ ലക്ഷ്മണനാണ്. അച്ഛൻ പറഞ്ഞതനുസരിച്ച് വനവാസം അനുഷ്ഠിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായ സീതയും എൻ്റെ അനിയനായ ലക്ഷ്മണനും വന്നു. വരുന്ന വഴിക്ക് പഞ്ചവടി എന്ന സ്ഥലത്ത് ഒരു ആശ്രമം ഉണ്ടാക്കി ഞങ്ങൾ അവിടെ താമസിച്ചു. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ആശ്രമത്തിലില്ലാത്ത സമയം നോക്കി കപടവേഷധാരിയായ രാവണൻ എന്ന അസുരൻ എൻ്റെ ഭാര്യയായ സീതയെ അപഹരിച്ച് വിമാനത്തിൽ കയറ്റിക്കൊണ്ടുപോയി. നീചനായ രാവണൻ എവിടെയാണെന്നും സീതാദേവിയെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കാട്ടിലൂടെ അലഞ്ഞു തിരിയുന്നത് എന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ ആഞ്ജനേയ സ്വാമി എന്താ ചെയ്തത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ നിമിഷം ആഞ്ജനേയ സ്വാമി എന്താ ചെയ്തത്? എന്താ ചെയ്തിട്ടുണ്ടാവും? പറയൂ. അറിയില്ല? ഉടനെ ബ്രാഹ്മണ വേഷം മാറ്റിയിട്ട് സ്വന്തം രൂപം പ്രാപിച്ചു ഹനുമാൻ സ്വാമി. ശ്രീരാമന്റെ വാക്കുകൾ കേട്ട ഉടനെ ഹനുമാൻ സ്വാമി ബ്രാഹ്മണ വേഷം മാറിയിട്ട് സാക്ഷാൽ ആഞ്ജനേയന്റെ വേഷം അങ്ങ് ധരിച്ചു. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ പല പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് തൊഴുതുകൊണ്ട് ഹനുമാൻ സ്വാമി പറഞ്ഞു, മഹാത്മാക്കളെ, ശ്രീ പരമേശ്വര ദേവാംശജനായിരിക്കുന്ന അടിയൻ വായുദേവന്റെ സഹായത്തോടെ ആഞ്ജനേയയുടെ ഉദരത്തിൽ ഉത്ഭവിച്ച ആഞ്ജനേയനാണ്. കിഷ്കിന്ധ്യാധിപനായിരിക്കുന്ന ബാലി തെറ്റിദ്ധാരണയിൽ കൂടി അനുജനായ സുഗ്രീവനെ ജന്മശത്രുവായി ധരിച്ചിരിക്കുകയാണ്. ശക്തനായ ബാലി ആട്ടിയോടിക്കപ്പെട്ട സുഗ്രീവൻ ബാലികേറാ മലയെന്നറിയപ്പെടുന്ന ഋഷ്യമുഖാചലത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. രാജ്യവും പദവിയും പത്നിയും നഷ്ടപ്പെട്ട് ദുഃഖിതനായി കഴിയുന്ന സുഗ്രീവന്റെ ആശ്രിതനാണ് ഞാൻ. സുഗ്രീവനുമായി അങ്ങ് സഖ്യം ചെയ്യുന്നുവെങ്കിൽ നിരാശ്രയനായിരിക്കുന്ന സുഗ്രീവന് അതൊരു വരപ്രസാദമായി ഭവിക്കുന്നതാണ്. ആ മൈത്രി ബന്ധത്തിൽ കൂടി വാനരന്മാർ സീതാന്വേഷണം അങ്ങനെ നമ്മുടെ ഉത്തമനായിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ അർത്ഥവത്തായിരിക്കുന്ന വാക്കുകൾ ഉചിതമാണെന്ന് ആർക്ക് തോന്നി? നമ്മുടെ ശ്രീരാമസ്വാമിക്ക് തോന്നി. താപസ ശ്രേഷ്ഠനായിരിക്കുന്ന ശബരി സുഗ്രീവ സഖ്യത്തെക്കുറിച്ച് തന്നോട് സൂചിപ്പിച്ചിരുന്ന കാര്യവും ശ്രീരാമസ്വാമി ചിന്തിച്ചു. ശബരി ഒരിക്കൽ ഈ കാര്യങ്ങളെല്ലാം ആരോട് പറഞ്ഞിട്ടുണ്ട്? ശ്രീരാമസ്വാമിയോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ശ്രീരാമസ്വാമി ആലോചിച്ചു. അപ്പോൾ ശ്രീരാമസ്വാമി പറഞ്ഞു, ആഞ്ജനേയ, ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞാനും സുഗ്രീവനും ഒരേപോലെ ദുഃഖം അനുഭവിക്കുന്നവരാണ്. നമുക്ക് ഋഷിമുഖാചലത്തിലേക്ക് പോകാം. കാരണം സുഗ്രീവന്റെ ഭാര്യയും നഷ്ടപ്പെട്ടിട്ടുണ്ട്, രാജ്യവും പദവിയും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലേ? ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെയല്ലേ നമ്മുടെ ശ്രീരാമസ്വാമി. അപ്പോൾ തുല്യ ദുഃഖിതരാണ് അവർ, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം, ഋഷിമുഖാചലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? നിൻ തിരുവടികൾ ഈ എളിയവൻ്റെ ചുമലിൽ
ഉപവിഷ്ടരാകാൻ ദയുണ്ടായാലും എന്ന് പറഞ്ഞു. രണ്ടുപേരെയും ഹനുമാൻ സ്വാമി എടുത്ത് അദ്ദേഹത്തിൻ്റെ തോളിൽ കയറ്റി. അപ്പോൾ കയറ്റാൻ പോയപ്പം ശ്രീരാമസ്വാമി വേണ്ട 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 ആഞ്ജനേയ വഴി കാണിച്ച് നടന്നാൽ മതി, ഞങ്ങൾ പിന്നാലെ വന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ സ്വാമി പറയാണ്, ദേവാ അവിടുന്ന് വിസമ്മതിക്കരുതേ, നിൻ തിരുവടികളെ ചുമലിൽ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യണമെന്നുള്ളത് എളിയവനായ ഇവൻ്റെ ഹൃദയാഭിലാഷമാണ്. ദയവായ അനുവാദം നൽകൂ സ്വാമി എന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങ് അതിന് വിസമ്മതിക്കരുത്. നിങ്ങളെ രണ്ടുപേരെയും എൻ്റെ ചുമലിൽ കയറ്റുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അതുകൊണ്ട് വിസമ്മതിക്കരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്തിയോടുകൂടി ഗദ്ഗതത്തോടു കൂടിയുള്ള ഹനുമാൻ സ്വാമിയുടെ ആ ഒരു അപേക്ഷ വേണ്ട എന്ന് പറയാൻ ശ്രീരാമസ്വാമിക്കും തോന്നിയില്ല. ഭക്തന്റെ അപേക്ഷയിൽ മനസ്സുരുകും ആർക്ക്? ശ്രീരാമസ്വാമിക്ക്. ശ്രീരാമ ലക്ഷ്മണന്മാരെ തൻ്റെ ഇരു തോളിലും ഇരുത്തിക്കൊണ്ട് ആഞ്ജനേയ സ്വാമി സർവലോക ജേതാവിനെ പോലെ ആർപ്പുവിളികൾ ഉയർത്തിക്കൊണ്ട് ഋഷ്യമുഖാചലത്തിലേക്ക് പോയി എന്നാ പറയുന്നത്. സന്തോഷത്തോടുകൂടി ആർപ്പുവിളികളോടുകൂടിയാണ് നമ്മുടെ ഹനുമാൻ സ്വാമി എന്ത് ചെയ്യുന്നത്? നേരെ ഋഷ്യമുഖാചലത്തിലേക്ക് പോകുന്നത്. പടർന്നു പന്തലിച്ച് കുളിരേകിയ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധാരാളം പച്ചിലകൾ പറിച്ചിട്ടിട്ട് മൃദുവായിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന ഇരിക്കാൻ പറ്റുന്ന ആസനങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഹനുമാൻ സ്വാമി പറഞ്ഞു, ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. ആരോട്? ശ്രീരാമസ്വാമിയോടും ലക്ഷ്മണസ്വാമിയോടും. കുറേ പച്ചിലകളൊക്കെ പറിച്ച് നല്ല തണുത്ത ഒരു മരത്തിൻ്റെ ചോട്ടിലിങ്ങനെ നല്ല ഒരു ആസനമൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെ നിർമ്മിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഭയവും എല്ലാം മാറി എന്തോ ഒരു ഭയത്തോടു കൂടിയാണ് നമ്മുടെ സുഗ്രീവൻ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭയം പോകുന്നുണ്ട് സുഗ്രീവനോട്. എന്താ ഈ ആഞ്ജനേയൻ കാണിക്കുന്നത്? എനിക്കിട്ട് പണി തരുവാണ്, അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നല്ലോ എന്നോർത്തുകൊണ്ട് സുഗ്രീവൻ പേടിച്ച് മാറി നിന്ന് ഭയത്തോടു കൂടി നോക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുഗ്രീവന്റെ അടുത്തേക്ക് വന്നിട്ട് ഹനുമാൻ സ്വാമി നേരെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഹനുമാൻ സ്വാമി പറഞ്ഞു, സുഗ്രീവ, ഭയാശങ്കകളെല്ലാം കൈവിടിയൂ. എന്തിനാ അങ്ങനെ ഭയത്തോടു കൂടി മാറി നിൽക്കുന്നത്? ഭയം എല്ലാം മറന്നു കളയും. അങ്ങേക്ക് നല്ല കാലം വന്നിരിക്കുകയാണ്. എന്താണ്? അങ്ങേക്ക് നല്ല കാലം വന്നിരിക്കുകയാണ്. സമാധാനിക്കൂ. അങ്ങ് പേടിക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞു. എന്നോടൊപ്പം അങ്ങയെ തേടി എഴുന്നള്ളി വന്നിരിക്കുന്നത് ആരാന്നറിയാമോ? സർവലോക സംരക്ഷകനായിരിക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാരാണ്. അങ്ങയെ കാണാനാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. അവരെ ചെന്ന് കണ്ട് വന്ദിച്ച് കൂട്ടായി നിൽക്കൂ. നല്ലവരായിരിക്കുന്ന അങ്ങയുടെ മനോദുഃഖങ്ങളെല്ലാം തന്നെ അകലുന്നതാണ്. ആ ശ്രീരാമ ലക്ഷ്മണ പാദങ്ങളിൽ അവിടുന്ന് പോയിട്ട് അഭയം പ്രാപിക്കൂ. എല്ലാ ദുഃഖ ദുരിതങ്ങളും അങ്ങയെ വിട്ടൊഴിയുന്നതാണെന്ന് പറഞ്ഞു. ആഞ്ജനേയൻ പറയുന്നത് കേട്ടപ്പം ദാഹജലത്തിന് കേഴുന്ന വേഴാമ്പലിനെ പോലെ ഒരല്പം സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാൻ ദാഹിച്ചു വലഞ്ഞ വേഴാമ്പലിനെ പോലെ, ആ വേഴാമ്പലിന് മഴത്തുള്ളികൾ കിട്ടും എങ്ങനെയാണോ അതേപോലെ വേദനിക്കുന്ന സുഗ്രീവന്റെ ഹൃദയത്തിൽ അമൃതമഴ പൊഴിഞ്ഞു എന്നാണ് പറയുന്നത്. മഴയായി പെയ്തത് അമൃതാണ്. ഇത്ര കാലങ്ങൾ, ഇത്ര വർഷങ്ങൾ, ഇത്ര യുഗങ്ങൾ ഒറ്റയ്ക്ക് വേദനിച്ചു കഴിഞ്ഞ സുഗ്രീവന്റെ ഹൃദയത്തിൽ അമൃത് കൊണ്ടുള്ള മഴ പെയ്തു എന്നാ പറയുന്നത്. ഇളകുന്നു. അമൃത് കൊണ്ടുള്ള മഴ പെയ്തു എന്നാ പറയുന്നത്. ധാരാളം മധുര ഫലങ്ങളുമായി വന്ന് വിനയത്തോടുകൂടി രാമലക്ഷ്മണനെ സമീപിച്ച സുഗ്രീവൻ ആദരവോടുകൂടി തിരുമുൽ കാഴ്ചവെച്ച് ദേവന്മാരുടെ തൃപ്പാദങ്ങളിൽ ഭക്തിയോടുകൂടി നമസ്കരിച്ചു. സുഗ്രീവന്റെ ഭക്തിനിഷ്ഠയിലും വിനയത്തിലും കരുണയോടുകൂടി, കരുണ നിറഞ്ഞ ആ ഹൃദയത്തോടു കൂടിയുള്ള ശ്രീരാമസ്വാമി കരഞ്ഞുകൊണ്ട് പാദങ്ങളിൽ വീണ് കിടക്കുന്ന സുഗ്രീവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് സഹോദര സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിച്ചിട്ട് ചാരത്തിരുത്തി, അടുത്തിരുത്തി. കരുണാമയനായിരിക്കുന്ന ശ്രീരാമസ്വാമിയുടെ പെരുമാറ്റത്തിൽ വികാര തരളിതനായിക്കൊണ്ട് സുഗ്രീവൻ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. കരച്ചിലെല്ലാം കഴിഞ്ഞ് സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീരാമസ്വാമി സുഗ്രീവനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഭഗവാന്റെ തൃക്കരങ്ങൾ സുഗ്രീവസ്വാമിയുടെ തലയിൽ ഇങ്ങനെ തലോടിൽ കിട്ടിയപ്പോൾ മധുരാന്വേഷണങ്ങളാലും സുഖാനുഭൂതികൾ കൊണ്ട് ഹൃദയം നിറഞ്ഞ സുഗ്രീവന് സംസാരിക്കാൻ വാക്കുകൾ ലഭിച്ചില്ല. അത്രമേൽ ആനന്ദത്തോടുകൂടി ഒരു യുഗങ്ങൾ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളെല്ലാം സുഗ്രീവനിൽ നിന്ന് അകന്നുപോയി. ശ്രീരാമസ്വാമി സുഗ്രീവന്റെ ശിരസിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നപ്പം സുഗ്രീവൻ അത്ര നാളും അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും
എല്ലാം സുഗ്രീവൻ മറന്നുപോയി. തൊഴുകൈയോടുകൂടി ശ്രീരാമസ്വാമിയുടെയും ആ കരുണ ആസ്വദിച്ചുകൊണ്ട് സുഗ്രീവൻ എല്ലാം മറന്ന് ശ്രീരാമസ്വാമിയുടെ മുൻപിൽ അങ്ങ് നിൽക്കുകയാണ്. ശ്രീരാമസ്വാമിയുടെ അനുവാദത്തോടെ വനവാസത്തിനുള്ള കാരണവും പഞ്ചവടിയിൽ വെച്ച് സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയ കാര്യങ്ങളുമെല്ലാം ലക്ഷ്മണസ്വാമി ആരോട് പറഞ്ഞു? സുഗ്രീവനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട സുഗ്രീവൻ എന്തോ ആലോചിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? മഹാപ്രഭു, ഉദ്ദേശം ഒരു 2 മാസങ്ങൾക്ക് മുൻപ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആരോ ഒരു നിശാചരൻ സതീരത്നമായിരിക്കുന്ന ഒരു സ്ത്രീയെ ബലാത്കാരമായി വിമാനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് വളരെ യാദൃശ്യമായി ഞാൻ കണ്ടിട്ടുണ്ട്. നിലവിളിച്ച് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ സ്ത്രീ വിമാനത്തിൽ നിന്ന് ഒരു ആഭരണപ്പൊതി എന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് താഴേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഞാനത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് സീതാദേവിയുടേതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശ്രീരാമസ്വാമി പറഞ്ഞു, അതെയോ, എവിടെ സുഗ്രീവ? അത് വേഗം കൊണ്ടുവരൂ. ശ്രീരാമസ്വാമി അങ്ങ് ഉത്കണ്ഠയോടുകൂടി ഇരിക്കുകയാണ്. അതുവരെ ശ്രീരാമസ്വാമിക്കും ലക്ഷ്മണസ്വാമിക്കും സീതാദേവി ഏത് വഴിക്ക് പോയി എന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. സുഗ്രീവന്റെ കൽപ്പന പ്രകാരം ആഭരണപ്പൊതിയുമായി വന്ന സജീവൻ അത് ശ്രീരാമസ്വാമിയുടെ തൃപാദങ്ങളിൽ സമർപ്പിച്ചു. ആ പൊതി അഴിച്ചു നോക്കിയ ശ്രീരാമസ്വാമിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അതിനുള്ളിൽ കാണപ്പെട്ട ആഭരണങ്ങൾ അത്രയും പ്രിയതമയായിരിക്കുന്ന സീതാദേവിയുടേതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം പത്നിയെക്കുറിച്ചോർത്ത് വല്ലാതെ വേദനിച്ചു. ഒരു നിമിഷം ശ്രീരാമസ്വാമി കണ്ണുനീർ ധാരധാരയായി ഒഴുകിപ്പോകുന്നത് ലക്ഷ്മണസ്വാമിയും കണ്ടു. എന്തു പറയണമെന്നറിയാതെ അവരങ്ങ് വല്ലാതെ വേദനിച്ചു. അത്രമേൽ പ്രിയതമയോടുള്ള സ്നേഹം ശ്രീരാമസ്വാമിയെ വേദനിപ്പിച്ച് ആ വേദനയെല്ലാം ശ്രീരാമസ്വാമി ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ആ ഒരു അവസ്ഥ ശ്രീരാമസ്വാമി പ്രകടമായത്. കാരണം എവിടെ പോയി സീതാദേവി എന്നറിയാതെ വേദനിച്ചുകൊണ്ടാണ് ശ്രീരാമസ്വാമി നാളിതുവരെ കഴിച്ചുകൂട്ടിയത്. അത്രത്തോളം പ്രിയപ്പെട്ടതാണ്, നമുക്ക് വാക്കുകൾ കൊണ്ട് ഒരിക്കലും പറയാൻ കഴിയില്ല എത്രത്തോളം പ്രിയപ്പെട്ടതാണ് നമ്മുടെ ശ്രീരാമസ്വാമിക്ക് സീതാദേവി എന്ന്. ആ ആഭരണങ്ങൾ കണ്ടപ്പോഴേക്കും വല്ലാതെ അങ്ങ് വേദനിച്ചു ശ്രീരാമസ്വാമി. അങ്ങനെ ഇരിക്കെ ശ്രീരാമസ്വാമി അദ്ദേഹത്തിൻ്റെ ദുഃഖം ആരും അറിയാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു. എങ്കിലും ശ്രീരാമസ്വാമിയുടെ ആ ഒരു ദുഃഖം മറ്റുള്ളവരുടെ കണ്ണുകളെയും ഈറനണിയിച്ചു. തൻ്റെ ദുഃഖം സ്വയം നിയന്ത്രിച്ചിട്ട് ശാന്തനായിരിക്കുന്ന രഘുരാമൻ ബാലിയുമായി പിണങ്ങാനുള്ള കാരണം എന്താണെന്ന് സുഗ്രീവനോട് ചോദിച്ചു. ഭഗവാൻ അതെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു നിമിഷം ദുഃഖം മറച്ചു പിടിച്ചിട്ട് സുഗ്രീവനോട് ചോദിച്ചു, എന്താ ബാലിയുമായിട്ട് പിണങ്ങാനുള്ള കാരണം? എൻ്റെ വേദന അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. മായാവിയുടെ കുതന്ത്രം കൊണ്ട് താൻ വഞ്ചിതനായെന്നും അതിനുണ്ടായിരുന്ന സംഭവവും തെറ്റിദ്ധാരണയും ബാലി തന്നെ ദ്രോഹിച്ചതും ഉപദ്രവമേൽപ്പിച്ചതും വധിക്കാനുണ്ടായ കാരണവും എല്ലാ ദുഃഖകഥയും തൻ്റെ ഭാര്യയെ ബലാത്കാരമായി ബാലി ഭാര്യയാക്കി വെച്ചിരിക്കുന്ന കഥയും എല്ലാം സുഗ്രീവൻ കണ്ണീരോടുകൂടി ശ്രീരാമസ്വാമിയോട് പറഞ്ഞു. സുഗ്രീവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പം ശ്രീരാമസ്വാമി അദ്ദേഹത്തിൻ്റെ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് സുഗ്രീവൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു. ശ്രീരാമസ്വാമി പറഞ്ഞു, സുഗ്രീവ,
നാം മിത്രങ്ങളാണ്. അങ്ങയുടെ ദുഃഖം എൻ്റെയും ദുഃഖമാണ്. സമാധാനപ്പെടൂ. അങ്ങയുടെ ശത്രുവായ ബാലിയെ ഞാൻ ഉടനെ നിഗ്രഹിക്കുന്നതാണ്. അതുപോലെ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ചുമതല ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രീരാമ വചനം കേട്ട സുഗ്രീവന്റെ കണ്ണുകളും മനസ്സും അങ്ങ് കുളിർന്ന് സന്തോഷത്തോടുകൂടി ശ്രീരാമസ്വാമിയെ ഏൽപ്പിച്ച ദൗത്യം സുഗ്രീവൻ ഏറ്റെടുക്കാൻ ശക്തന്മാരായിരിക്കുന്ന വാനര പ്രമുഖന്മാരെ നാനാഭാഗങ്ങളിലേക്കും അയച്ചിട്ട് സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് സുഗ്രീവസ്വാമി സത്യം ചെയ്തു കൊടുക്കുകയാണ്. ഹായ് വാവേ. ഹനുമാൻ സ്വാമി ജ്വലിപ്പിച്ച അഗ്നിയെ സാക്ഷിയാക്കി ശ്രീരാമനും സുഗ്രീവനും പരസ്പരം സഹായിച്ചു കൊള്ളുമെന്ന് സത്യം ചെയ്തു. പാലാഴി മദനകാലത്ത് ഏകനായി ഒരു ഭാഗത്ത് നിന്ന് പാശം വലിച്ചിട്ടുള്ള അതിശക്തനാണ് ബാലി. അതറിയാമോ? പാലാഴി മദന സമയം നടക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് ആ കയർ ഏകനായി നിന്നുകൊണ്ട് വലിച്ചെടുത്ത ആളാണ് ശക്തനായ ബാലി. രാവണനെ തൻ്റെ വാലുകൊണ്ട് ബന്ധിച്ച് സപ്തസാഗരങ്ങളിലും ചാടി നടന്ന് മുങ്ങിക്കുളിച്ച് അവനെ വെള്ളം കുടിപ്പിച്ചിട്ടുള്ളവനാണ് ധീരനായ ബാലി. നേരിട്ട് യുദ്ധം ചെയ്യുന്നവൻ്റെ പകുതി ബലം ചൂഷണം ചെയ്യാനുള്ള കഴിവ് സിദ്ധിച്ചിട്ടുണ്ട് ബാലിക്ക്. അപ്പം നേരിട്ട് ആരെങ്കിലും യുദ്ധം ചെയ്യുമ്പോൾ അവൻ്റെ ശക്തി അവൻ പോലും അറിയാതെ വലിച്ചെടുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ബാലിക്കുണ്ട്. സാഹസികനായ ദുന്ദുബിയുടെ കൊമ്പുകളിൽ പിടിച്ച് നിലത്തടിച്ച് അവനെ കൊലപ്പെടുത്തിയിട്ട് ദൂരെ വലിച്ചെറിഞ്ഞിട്ടുള്ള വീരപരാക്രമിയാണ് ബാലി. ബലിഷ്ഠനായ ബാലിയെ യുവാവായ ശ്രീരാമനെ കൊണ്ട് വധിക്കുവാൻ സാധിക്കുമോ എന്നൊരു സംശയം ആർക്കുള്ളിലുണ്ടായി? സുഗ്രീവന്റെ ഉള്ളിലുണ്ടായി. സുഗ്രീവന്റെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ശ്രീരാമസ്വാമി ചിരിച്ചു. വിശ്വസിക്കുന്നവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കേണ്ടത് വിവേകിയായിരിക്കുന്ന വീരന്മാരുടെ ധാർമ്മികമായിരിക്കുന്ന ചുമതലയാണ്. ഭീമാകാരമായ ഋഷിശൃംഗത്തിൽ കാണപ്പെട്ട ദുന്ദുബിയുടെ മസ്തകം വാമപാദാകുഷ്ടം കൊണ്ട് ആ ഒരു ലാഘവത്തോടുകൂടി പൊക്കിയെടുത്ത ശ്രീരാമസ്വാമി എന്തേത് അനേക ദൂരത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. സുഗ്രീവന്റെ സംശയം അങ്ങ് മാറി. ശ്രീരാമസ്വാമിയുടെ ശക്തി അതിഭീകരമാണ്. ഏകബാണം ഉപയോഗിച്ച് വൃത്തത്തിൽ നിന്ന് സപ്തസാലങ്ങളെയും ദശാരഥി അനായാസം മുറിച്ചെടുത്തിരിക്കുകയാണ്. ഭഗവാന്റെ ശക്തി വൈഭവത്തിൽ ഉറച്ചു വിശ്വസിച്ച സുഗ്രീവൻ കരുത്തരായ ബാലിയെ പോരിന് വിളിച്ചു. സുഗ്രീവന് ബോധ്യമായി ആരാണ് എൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്നത്. ഉടനെ സുഗ്രീവൻ ബാലിയെ പോരിന് വിളിക്കുകയാണ്. ആ ലോകം മുഴുവൻ കുലുങ്ങുന്ന രീതിയിൽ ഗർജിച്ചുകൊണ്ട് പാഞ്ഞെത്തി ആര്? നമ്മുടെ ബാലി. സുഗ്രീവൻ ഏറ്റുമുട്ടി ബാലിയോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. സുഗ്രീവന്റെ പകുതി ബലത്തെ ചൂഷണം ചെയ്തെടുത്ത ബാലി അഹങ്കാരത്തോടുകൂടി അങ്ങ് നെളിഞ്ഞു നിന്നപ്പോ സുഗ്രീവന്റെ പകുതി ശക്തിയും ബാലി അങ്ങ് വലിച്ചെടുത്തു. അഹങ്കാരത്തോടുകൂടി സുഗ്രീവന്റെ ശക്തി വലിച്ചെടുത്ത ബാലി അങ്ങ് നെളിഞ്ഞു നിൽക്കണം. ആ സമയം നോക്കി ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു? ഒരു ബാണം, ഒരു അസ്ത്രം അങ്ങ് സുഗ്രീവന്റെ മാറിടം നോക്കി അങ്ങ് കൊടുത്തു. ബാലി മരിച്ചു. ശത്രുവെങ്കിലും മരിച്ചത് ഭ്രാതാവായതുകൊണ്ട് ബാലിയുടെ മരണത്തിൽ സുഗ്രീവൻ ഒരുപാട് ദുഃഖിച്ചു. നശ്വരമായിരിക്കുന്ന ജീവിത തത്വ രഹസ്യങ്ങൾ ഉപദേശിച്ച് ശ്രീരാമസ്വാമി താരയെയും അങ്കദനെയും സുഗ്രീവനെയും സമാധാനിപ്പിച്ചു. ശ്രീരാമസ്വാമി പറഞ്ഞു, എന്തിനാ വിഷമിക്കുന്നത് സുഗ്രീവ? ഇത് നശ്വരമായിരിക്കുന്ന ഒരു ജീവിതമാണ്. ഈ ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ല. അവിടെയും ഭഗവാൻ ഗീത പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? ഇത് നശ്വരമായ ഒരു ജീവിതമാണ്, അങ്ങ് വിഷമിക്കല്ലേ, അതൊക്കെ വിട്ടുകളയും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്കദനെയും സുഗ്രീവനെയും ഒക്കെ സമാധാനിപ്പിച്ചു. ബാലിയുടെ അന്തികമ കർമ്മങ്ങളൊക്കെ സുഗ്രീവൻ യഥാവിധി ചെയ്തു. സുഗ്രീവനുമൊത്ത് ശ്രീരാമസവിധത്തിലെത്തിയ ആഞ്ജനേയൻ ദേവപാദങ്ങൾ വന്ദിച്ചിട്ട്, അതായത് സുഗ്രീവന്റെ കൂടെ എന്താ പറയുക, ശ്രീരാമസ്വാമിയുടെ സുഗ്രീവനൊക്കെ നിൽക്കുന്നിടത്ത് വന്നിട്ട് ആഞ്ജനേയ സ്വാമി ശ്രീരാമസ്വാമിയുടെ പാദങ്ങൾ വന്ദിച്ചിട്ട് പറഞ്ഞു. ആഞ്ജനേയൻ പറയാണ്, മഹാപ്രഭു,
നഷ്ടപ്പെട്ടു പോയ സുഗ്രീവന്റെ സകല ഐശ്വര്യങ്ങളും അങ്ങയുടെ കൃപാകടാക്ഷം കൊണ്ട് വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. തൃക്കരങ്ങൾ കൊണ്ട് സുഗ്രീവന് മകുടാഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കും. ശ്രീരാമസ്വാമിയോട് പറഞ്ഞു, അങ്ങയുടെ തൃക്കരങ്ങൾ കൊണ്ട് തന്നെ സുഗ്രീവ സ്വാമിക്ക് കിരീടം കൊടുക്കൂ എന്ന് പറഞ്ഞു. ആഞ്ജനേയ സ്വാമി പറഞ്ഞത് ചിരിച്ചുകൊണ്ട് ശ്രീരാമസ്വാമി കേട്ടു. എന്നിട്ട് പറഞ്ഞു, ആഞ്ജനേയ, തൽക്കാലം ആ അഭീഷ്ടം സാധിപ്പിച്ചു തരുവാൻ എനിക്ക് നിർവാഹമില്ല. എന്താ പറഞ്ഞത്? തൽക്കാലം എനിക്ക് സുഗ്രീവന്റെ ശിരസിൽ ആ ഒരു കിരീടം വയ്ക്കാൻ എനിക്ക് കഴിയില്ല. പിതാവിൻ്റെ സത്യവചനം രക്ഷിക്കുന്നതിന് വനവാസം അനുഷ്ഠിക്കുന്ന നാം 14 വർഷം പൂർത്തിയാകുന്നത് വരെ നഗരത്തിൽ പ്രവേശിക്കുകയില്ല. ഞാൻ പിതാവ് പറഞ്ഞതനുസരിച്ച് വനവാസത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക? എനിക്കൊരിക്കലും ഇപ്പോൾ അങ്ങ് പറയുന്നത് പോലെ കൊട്ടാരത്തിലോ നഗരത്തിലോ വന്നിട്ട് ഈ കാട് വിട്ടിട്ട് വന്നിട്ട് എനിക്കങ്ങനെ കിരീടം വെച്ചു കൊടുക്കാനൊന്നും സാധിക്കില്ല. നമ്മുടെ ആത്മമിത്രമായിരിക്കുന്ന സുഗ്രീവന്റെ പട്ടാഭിഷേക മഹോത്സവത്തിന് നാം സർവ്വവിധ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവനായിരിക്കുന്ന സുഗ്രീവന്റെ പട്ടാഭിഷേകത്തിന് എൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് അവിടെ വന്നിട്ട് ഈ ഒരു കിരീടം വെച്ചു കൊടുക്കാനൊന്നും സാധിക്കില്ല. ഞാൻ എൻ്റെ അച്ഛന് വാക്ക് കൊടുത്തിട്ട് 14 വർഷം ഞാൻ വനത്തിൽ തന്നെ ആയിരിക്കുമെന്ന്. ശ്രീരാമസ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ ആഞ്ജനേയ സ്വാമിയും സുഗ്രീവനും ഈശ്വരാനുഗ്രഹത്തോടുകൂടി കിഷ്കിന്ധയിലെത്തി ആഡംബരത്തോടുകൂടി സുഗ്രീവന്റെ പട്ടാഭിഷേകം ആഘോഷിച്ചു. പട്ടാഭിഷേകത്തിന് ശേഷം ഭാര്യ രുമാദേവിയും ബാലിയുടെ മകനായിരിക്കുന്ന അംഗദനുമൊത്ത് സുഗ്രീവൻ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് തിരിച്ചെത്തുകയാണ്. ദേവപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിയിട്ട് വിരഹവേദനയോടെ ആഴം ശരിയാവണ്ണം അനുഭവിക്കുന്ന ശ്രീരാമസ്വാമി, അതായത് സീതാദേവിയെ കാണാതിരിക്കുമ്പോൾ ആ വിരഹവേദന അനുഭവിക്കുന്ന ശ്രീരാമസ്വാമിയുടെ വേദന മനസ്സിലാക്കിയ സുഗ്രീവൻ എന്തു ചെയ്തു? രുമാദേവിയുടെയും സുഗ്രീവന്റെയും ഒക്കെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്. എന്താ പറയുന്നത്? ശ്രീരാമസ്വാമി എന്താ പറഞ്ഞത്? സുഗ്രീവ, അടുത്തു വരുന്ന 4 മാസങ്ങൾ മാമ്പഴക്കാലമാണ്. ആ സമയത്ത് സീതാന്വേഷണത്തിന് വാനരന്മാരെ നിയോഗിച്ചാൽ അത് മോശമല്ലേ? എന്താ പറഞ്ഞത്? സുഗ്രീവ, ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി കുറേ നാൾ സുഗ്രീവന്റെ ഭാര്യയും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഇപ്പോൾ സുഗ്രീവൻ തിരിച്ചെത്തിയിട്ട് അപ്പോൾ ഉടനെ തന്നെ ഞാൻ ഭാര്യയെ അന്വേഷിക്കാൻ സുഗ്രീവനെയും വാനരന്മാരെയും ഒക്കെ അയച്ചാൽ അവരുടെ ആ വിരഹം മറന്ന് അവർ ജീവിക്കാൻ വീണ്ടും തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും സുഗ്രീവന് കുറച്ച് നാൾ ഭാര്യയുമായി ജീവിക്കാനുള്ള സമയം കൊടുക്കണം. അത് ഞാൻ നശിപ്പിക്കരുത്. ശ്രീരാമസ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. എങ്കിലും സുഗ്രീവൻ രുമാദേവിയുമായി കുറച്ച് കാലങ്ങളായിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് അവർ ഒരുമിച്ചത്. വീണ്ടും ഞാൻ അവരെ മറ്റൊരു ദൗത്യത്തിന് വേണ്ടി വിട്ടാൽ വീണ്ടും അത് വിരഹമായി പോവില്ലേ എന്ന് ശ്രീരാമസ്വാമി ചിന്തിക്കുകയാണ്. അപ്പോൾ സുഗ്രീവനോട് പറയാണ്, ശ്രീരാമസ്വാമി പറയാണ്, സുഗ്രീവ, അടുത്ത് വരുന്ന 4 മാസങ്ങൾ മാമ്പഴക്കാലമാണ്. ഇനിയുള്ള 4 മാസം എന്ന് പറയുന്നത് അത് മാമ്പഴക്കാലമാണ്. ആ സമയത്ത് സീതയെ തേടി ഈ വാനരന്മാരെയൊക്കെ വിട്ടാൽ അവർക്ക് ഇനി അടുത്ത വർഷമാവണ്ടേ ഈ മാമ്പഴക്കാലം കിട്ടാൻ? അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാമ്പഴമല്ലേ? അപ്പോൾ അത് ശരിയല്ല സുഗ്രീവ എന്ന് പറഞ്ഞു. അതുകൊണ്ട് വർഷക്കാലം കഴിയട്ടെ, നിങ്ങളെല്ലാവരും വിശ്രമിക്കൂ. അതുവരെ ലക്ഷ്മണനും ഞാനും ഇവിടെ ഗുഹയിൽ കഴിഞ്ഞോളാം. ശ്രീരാമസ്വാമിയുടെ ആ ഒരു കരുണ ആലോചിച്ച് നോക്കണം. ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് ജീവിച്ചതാണ്. ഇനി അവർ കുറച്ച് നാളെങ്കിലും കുറച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ. അതുവരെ ഞാൻ ദുഃഖം അനുഭവിച്ചാലും കുഴപ്പമില്ല, സീത ദുഃഖിച്ചാലും കുഴപ്പമില്ല. ഈ 4 അതിന് ശ്രീരാമസ്വാമി എടുത്തൊരു ഐഡിയ നോക്കണം. വർഷത്തിലൊരിക്കലല്ലേ മാമ്പഴക്കാലം ഉണ്ടാവും. മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനരന്മാർക്ക് ഒരുപാട് ഇഷ്ടമുള്ളതല്ലേ. അതുകൊണ്ട് ഇപ്പോൾ സീതാദേവി അന്വേഷിക്കേണ്ട, അവർ മാമ്പഴമൊക്കെ കഴിക്കട്ടെ, ഈ വർഷക്കാലം കഴിയട്ടെ, എന്നിട്ട് മതി. അതുവരെ ഞങ്ങളിവിടെ ഗുഹയിൽ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞു. വർഷക്കാലം കഴിഞ്ഞ ഉടനെ സീതാന്വേഷണം മതിയെന്ന് ആഞ്ജനേയ സ്വാമിയുടെ സാന്നിധ്യത്തിൽ ശ്രീരാമനും സുഗ്രീവസ്വാമിക്കും പത്നിക്കും ഉറപ്പുകൊടുത്തു. വർഷക്കാലം കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങ് പറയുന്നത് പോലെ ഞങ്ങൾ അന്വേഷിക്കാം, സീതാദേവി അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീരാമസ്വാമിക്ക് അത് ഉറപ്പ് കൊടുത്തുകൊണ്ട് ആഞ്ജനേയ സ്വാമിക്കും ഉറപ്പ് കൊടുത്തുകൊണ്ട് സുഗ്രീവന്റെ ഭാര്യയും പരിവാരങ്ങളും കിഷ്കിന്ധയിലേക്ക് പോയി. വർഷക്കാലം അവസാനിച്ചു. അങ്ങനെ ഒരു വർഷക്കാലം കഴിഞ്ഞു. പറവകളെല്ലാം പാറിപ്പറന്നു.
പച്ചപ്പട്ടുടുത്ത പ്രകൃതി വർഷദേവനെ പ്രാർത്ഥിച്ചു. അതായത് വർഷക്കാലമൊക്കെ കഴിഞ്ഞ് നല്ല പച്ചക്കളറൊക്കെ ആയി. സീതാന്വേഷണ കാര്യമൊക്കെ സുഗ്രീവൻ പാടേ മറന്നുപോയി. സുഖഭോഗങ്ങളിൽ അങ്ങനെ കുതൂഹലം പൂണ്ട സുഗ്രീവൻ മദിരാക്ഷികളുമൊത്ത് അന്തഃപുരത്തിൽ അങ്ങനെ മതിമറന്ന് ജീവിക്കുകയാണ്. വർഷകാലം അവസാനിക്കുമ്പോൾ സീതയെ അന്വേഷിക്കുന്ന കാര്യം ആരംഭിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്ന സുഗ്രീവൻ സത്യം തെറ്റിച്ചിരിക്കുകയാണ്. സീതാദേവിയെ പിരിഞ്ഞ് ദുസ്സഹമായിരിക്കുന്ന സഹിക്കാൻ പറ്റാത്ത വിരഹവേദന അനുഭവിക്കുന്ന ശ്രീരാമസ്വാമിക്ക് കൊടുത്ത വാക്കുകളെല്ലാം ഒന്ന് സുഗ്രീവനെ ഓർമ്മപ്പെടുത്തണം. അതിന് കിഷ്കിന്ധ്യയിലേക്ക് ആര് പോയി? നമ്മുടെ ലക്ഷ്മണസ്വാമി പോയി. ശ്രീരാമസ്വാമി പറഞ്ഞു, ലക്ഷ്മണ, വർഷകാലം അവസാനിച്ച് ദിവസങ്ങൾ പലതും കഴിഞ്ഞു. തൻ്റെ വാക്ക് പാലിക്കാൻ സുഗ്രീവൻ മറന്നിരിക്കുകയാണ്. എനിക്ക് വാക്ക് തന്നിരുന്നു സുഗ്രീവൻ, വർഷകാലം കഴിഞ്ഞ ഉടനെ സീതാദേവി അന്വേഷിക്കാമെന്ന്. പക്ഷേ വർഷകാലം കഴിഞ്ഞിട്ടും സുഗ്രീവൻ സുഖഭോഗങ്ങളിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. വാനരന്മാരുടെ അല്പബുദ്ധി സുഗ്രീവൻ നമ്മോട് പ്രകടിപ്പിക്കുവാൻ ഒരുമ്പെടുന്നെങ്കിൽ ബാലിയെ നിഗ്രഹിച്ച അസ്ത്രം ഇപ്പോഴും നമ്മുടെ കയ്യിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് സുഗ്രീവനെ ഓർമ്മപ്പെടുത്തൂ. ബാലിയെ നിഗ്രഹിച്ച അസ്ത്രം അത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്ന് സുഗ്രീവനെ ഓർമ്മപ്പെടുത്തൂ ലക്ഷ്മണ. എനിക്ക് തന്ന വാക്ക് തെറ്റിക്കാൻ പാടില്ല. മാത്രമല്ല സുഗ്രീവൻ സുഖഭോഗങ്ങളിൽ അങ്ങ് മയങ്ങി ജീവിക്കുകയാണ്. അനീതി കാട്ടുന്ന സുഗ്രീവനെ കുറിച്ച് ഓർത്തപ്പോൾ ദേഷ്യം കൊണ്ട് ലക്ഷ്മണസ്വാമി അങ്ങ് കത്തി ജ്വലിക്കുകയാണ്. തൻ്റെ അഗ്രജനെ ധിക്കരിച്ച അല്പനായ സുഗ്രീവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് സുമിത്രാത്മജൻ, അതായത് ലക്ഷ്മണൻ, വില്ലും ശരങ്ങളും ഏന്തിക്കൊണ്ട് ദേഷ്യത്തോടുകൂടി കിഷ്കിന്ധ്യയിലേക്ക് പോകാൻ തുടങ്ങി. ലക്ഷ്മണ കോപം അത്യാപത്തുകൾ ഉണ്ടാക്കുമെന്ന് ശ്രീരാമൻ മനസ്സിലാക്കി. ലക്ഷ്മണന്റെ ആ ദേഷ്യം അത്യാപത്തുകൾ വരുത്തുമെന്ന് ശ്രീരാമസ്വാമി ലക്ഷ്മണനെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തി. ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ, ശാന്തനാകൂ. ഭക്തനും നമ്മുടെ ദാസനുമായ സുഗ്രീവൻ മരണപ്പെടാൻ പാടില്ല. തൽക്ഷണം തന്നെ സീതാദേവിയെ കണ്ടുപിടിക്കുന്നതിനും ദേവിയെ അപഹരിച്ച രാക്ഷസനെ കൊല്ലുന്നതിനും വേണ്ടിയുള്ളവരാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? അതിന് നാം ശക്തരാണ്. മനുഷ്യാവതാരം എടുത്തിട്ടുള്ള നാം അവതാരത്തിന് അനുസൃതമായി പെരുമാറണമെന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് ലക്ഷ്മണ. അതുകൊണ്ട് സുഗ്രീവനെ കണ്ട് അവനുമായിട്ട് ഉചിതത്തോടുകൂടി സംസാരിച്ച് നമ്മുടെ സമീപത്തേക്ക് കൊണ്ടുവരൂ. അല്ലാതെ നീ അവനെ പോയി കൊല്ലരുത് ലക്ഷ്മണ. നിന്റെ കോപം അത്യാപത്തുകൾ വരുത്തും. നമ്മൾ അവതാരം എടുത്തിരിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. മനസ്സിലായില്ലേ? അങ്ങനെ ശ്രീരാമസ്വാമിയുടെ ഉപദേശമൊക്കെ കേട്ട് ശാന്തനായ ലക്ഷ്മണൻ അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങൾ വന്ദിച്ച് കിഷ്കിന്ധ്യയിലേക്ക് പോയി. സുഗ്രീവന്റെ ആ ഒരു ഉദാസീനതയിൽ രാമലക്ഷ്മണന്മാരെ പോലെ തന്നെ ആഞ്ജനേയ സ്വാമിക്കും ഭയങ്കര വിഷമം ഉണ്ടായി. എന്താ സുഗ്രീവൻ ഇങ്ങനെ കാണിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ സുഗ്രീവന് ചെയ്തു കൊടുത്തിരിക്കുന്നു? സുഗ്രീവൻ തന്ന വാക്കും മറന്നു പോയിരിക്കുകയാണോ സുഗ്രീവൻ? ഇത് ഒരുപാട് വിഷമമായി ആഞ്ജനേയ സ്വാമിക്ക്. ശ്രീരാമദേവനുമായി സുഗ്രീവൻ ചെയ്ത സത്യപ്രതിജ്ഞ വർഷകാലം കഴിഞ്ഞാൽ ഉടനെ സീതാദേവി അന്വേഷിക്കുക എന്നുള്ളതാണ്. അതും മറന്ന് സുഗ്രീവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ബാലിയെ കൊന്ന് കിഷ്കിന്ധ്യ രാജ്യം സുഗ്രീവന് നൽകിയപ്പോൾ രാമകാര്യാർത്ഥം സീതാദേവി അന്വേഷിക്കാൻ വാനരന്മാരെ നിയോഗിക്കാമെന്ന് അഗ്നിസാക്ഷിയായി സത്യം ചെയ്ത സുഗ്രീവൻ ഇപ്പോൾ എന്താ ഇങ്ങനെ മടി കാണിക്കുന്നത്? സത്യവും ധർമ്മവും മറന്ന സുഗ്രീവൻ മതോത്മത്തനായി മദിരാക്ഷികളുമൊത്ത് അന്തഃപുരത്തിൽ ഇങ്ങനെ സുഖിച്ചു വാഴുകയാണ്. സദ്ഗുണസമ്പന്നനായിരിക്കുന്ന രാമലക്ഷ്മണന്മാരെ വിരോധിക്കുന്നുവെങ്കിൽ സുഗ്രീവന്റെ ഗതി അധോഗതി തന്നെ. ആര് പറഞ്ഞു? നമ്മുടെ ലക്ഷ്മണസ്വാമി പറഞ്ഞു. ആഞ്ജനേയ സ്വാമി പറഞ്ഞു. രാമലക്ഷ്മണന്മാരുടെ വാക്കുകൾ മറന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുഗ്രീവന്റെ കാര്യം അധോഗതിയാണ്. ഉത്തമ പുരുഷനായിരിക്കുന്ന ശ്രീരാമനെ സുഗ്രീവൻ ധിക്കരിക്കുന്നത് ഹനുമാൻ സ്വാമിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അന്തഃപുരത്തിൽ മറ്റാരും പ്രവേശിക്കരുത് എന്ന് ആജ്ഞയുണ്ടായിരുന്നു. സുഗ്രീവന്റെ ആജ്ഞയുണ്ട്, ഈ അന്തഃപുരത്തിൽ ആരും കയറാൻ പാടില്ല.
അത് വകവെക്കാതെ നമ്മുടെ ഹനുമാൻ സ്വാമി അന്തപുരത്തിലേക്ക് കയറി. സുഖലോലുപനായിട്ട് അങ്ങനെ കഴിയാണ് ആര്? സുഗ്രീവൻ. സുഗ്രീവനെ കണ്ട ആഞ്ജനേയന് ദേഷ്യമങ്ങ് ഇങ്ങനെ തിളച്ചു കയറി. വളരെ കഷ്ടപ്പെട്ട് ആഞ്ജനേയ സ്വാമി തൻ്റെ ദേഷ്യത്തെ അങ്ങ് നിയന്ത്രിച്ചു. സുഗ്രീവൻ ഉപദേശിക്കാൻ തുടങ്ങി. ഹനുമാൻ പറഞ്ഞു, പ്രഭു, നന്ദിയും വിശ്വാസവും മറന്നുള്ള അങ്ങയുടെ പെരുമാറ്റം ആപത്ത് ക്ഷണിച്ചു വരുത്തും. വർഷകാലം അവസാനിച്ച് മാസങ്ങൾ പലതും കഴിഞ്ഞു. രാമലക്ഷ്മണന്മാർ അക്ഷമരായി കാത്തിരിക്കുകയാണ്. പ്രത്യുപകാരം മറന്ന് അങ്ങ് കൃതജ്ഞനായി ഭവിക്കരുത്. ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ സത്യം അതുപോലെ പാലിച്ചു. അങ്ങയുടെ സത്യവചനം വെള്ളത്തിൽ വരച്ച വര പോലെയായി, ജലരേഖയായി പോയിരിക്കുകയാണ്. ശ്രീരാമസ്വാമി പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. പക്ഷെ സുഗ്രീവ, അവിടുന്ന് ശ്രീരാമസ്വാമിക്ക് കൊടുത്ത വാക്ക് ജലരേഖ പോലെ, വെള്ളത്തിൽ വരച്ച പോലെ ആയിരിക്കുകയാണ്. ചാതുർമാസ്യം കഴിഞ്ഞാൽ സീതാന്വേഷണം ആരംഭിക്കാമെന്ന് അങ്ങനെയല്ലേ അങ്ങ് ശ്രീരാമചന്ദ്ര പ്രഭുവിന് വാക്ക് കൊടുത്തിരിക്കുന്നത്? ശരത്കാലം വന്നിട്ടും അങ്ങ് ഒന്നും ചെയ്യാതിരിക്കല്ലേ? ഇതിൻ്റെ ഫലം ആപത്തായി ഭവിക്കുമെന്നുള്ള കാര്യം അങ്ങ് മറക്കരുത്. ഹനുമാൻ പറഞ്ഞത് മുഴുവനായിട്ട് ആ ഉപദേശം മുഴുവനായിട്ട് സ്വീകരിക്കാൻ ആർക്ക് സാധിച്ചില്ല? സുഗ്രീവന് സാധിച്ചില്ല. അത്രമാത്രം സുഗ്രീവൻ മദ്യത്തിനും മയക്കത്തിനും അടിമയായി തീർന്നിരിക്കുകയാണ്. മദ്യവും മയക്കമൊക്കെ ആയിട്ട് അങ്ങനെ സുഗ്രീവൻ കഴിയാം. ഹനുമാൻ സ്വാമി പറഞ്ഞത് മുഴുവൻ സുഗ്രീവൻ കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. ലോകമെമ്പാടുമുള്ള വാനര വീരന്മാർ 15 ദിവസത്തിനുള്ളിൽ കിഷ്കിന്ധയിൽ വരണമെന്ന് അറിയിക്കുവാൻ ദൂതന്മാരോട് നിയോഗിക്കുന്നതിന് ഹനുമാനോട് ഉത്തരവിട്ടിട്ട് സുഗ്രീവൻ വീണ്ടും അന്തപുരത്തിലേക്ക് പോയി. ശ്രീരാമപാദ സേവ ചെയ്യുവാൻ തനിക്ക് അവസരം ലഭിച്ചതിൽ ഹനുമാൻ സ്വാമി സന്തോഷിച്ചു. സുഗ്രീവൻ പറഞ്ഞു, ലോകമെമ്പാടുമുള്ള ശക്തരായ വാനരന്മാരെല്ലാം വരൂ. മദ്യത്തിൻ്റെ മയക്കത്തിൻ്റെ ഒക്കെ ഒരു ആലസ്യത്തിലാണ്. വരൂ. ആഞ്ജനേയ സ്വാമിയോട് പറഞ്ഞു, വരാൻ പറയും എന്നും പറഞ്ഞുകൊണ്ട് സുഗ്രീവൻ വീണ്ടും അന്തപുരത്തിലേക്ക് പോയി. ഈ സമയത്താണ് നമ്മുടെ ലക്ഷ്മണസ്വാമി അതിഭീകരമായ ദേഷ്യത്തോടു കൂടി കിഷ്കിന്ധ്യയുടെ ഗോപുര കവാടത്തിലെത്തിയത്. എവിടെ സുഗ്രീവൻ? ലക്ഷ്മണൻ ഭയങ്കരമായിട്ട് അങ്ങ് ഗർജിച്ചു. ആ ഗർജനം കേട്ടിട്ട് പല 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 വാനരന്മാരും അങ്ങ് ഭയന്ന് നിലവിളിച്ചു. പേടിച്ചു വിരണ്ടോടിയ മറ്റ് പല വാനരന്മാരും ആ ഗൃഹത്തിൻ്റെ ഉള്ളിൽ പോയി അങ്ങ് ഒളിച്ചു. സംഹാര രുദ്രനെ പോലെ കിഷ്കിന്ധ്യ ഗോപുര കവാടത്തിൽ വന്ന ലക്ഷ്മണസ്വാമി വന്നു എന്നറിഞ്ഞപ്പം ആഞ്ജനേയൻ ഓടി ചെന്നിട്ട് സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവ, ആഞ്ജനേയൻ വന്നിട്ടുണ്ട്. സംഹാര താണ്ഡവമാടും ലക്ഷ്മണൻ വന്നിട്ടുണ്ട്. സംഹാര താണ്ഡവമാടും. അത്രയും ദേഷ്യത്തിലാണ് നമ്മുടെ ലക്ഷ്മണസ്വാമി ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഹനുമാൻ സ്വാമി വീണ്ടും പറഞ്ഞു, കബീന്ദ്ര, കോപിഷ്ഠനായിരിക്കുന്ന ലക്ഷ്മണകുമാരൻ ആയുധധാരിയായി സംഹാര രുദ്രനെ പോലെ കിഷ്കിന്ധ്യ ഗോപുര കവാടത്തിൽ വന്നു നിൽക്കുകയാണ്. വൈരാഗ്യാഗ്നിയിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്ന സുമിത്രാത്മജനെ ഇപ്പോ അവിടുന്ന് കാണാൻ പോണ്ട. സുഗ്രീവ, അങ്ങ് പോവരുത് ലക്ഷ്മണസ്വാമിയെ കാണാൻ, അത് ആപത്തായിരിക്കും. തൽക്കാലം അങ്ങോട്ടേക്ക് ഒരു അംഗദകുമാരനെ അയക്കൂ. തൽക്കാലം ഒരു അംഗദകുമാരനെ അയച്ചോ ലക്ഷ്മണന്റെ അടുത്തേക്ക്, അങ്ങ് പോവണ്ടെന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ ഭയത്തോടു കൂടി ഗോപുര കവാടത്തിലെത്തിയ നമ്മുടെ ഒരു അംഗദൻ ലക്ഷ്മണസ്വാമിയെ സാഷ്ടാംഗം പ്രണമിച്ച് സമാധാനത്തോടെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ നോക്കി. സുഗ്രീവൻ പോയില്ല, നേരെ ഒരു അംഗദൻ പോയി. ഭയന്നാണ് അദ്ദേഹം ചൊല്ലുന്നത്. അറിവില്ലാത്ത അടിയങ്ങൾ എന്തൊക്കെയോ അപരാധങ്ങൾ ചെയ്തു പോയി, അവിടുന്ന് പുറത്ത് സമാധാനം നൽകണം അംഗദൻ അപേക്ഷിക്കുകയാണ് ലക്ഷ്മണസ്വാമിയോട്. എന്നിട്ടും ലക്ഷ്മണസ്വാമിയുടെ കോപം അങ്ങ് അടങ്ങുന്നില്ല.
ലക്ഷ്മണസ്വാമി പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒന്നുമല്ല കാണേണ്ടത്, എനിക്ക് സുഗ്രീവനെ കാണണം എന്ന് പറഞ്ഞു. അന്തഃപുരത്തിലെത്തിയ അങ്കദൻ നമ്മുടെ ലക്ഷ്മണസ്വാമിയുടെ നിർബന്ധത്തെ പറ്റിയും കോപത്തെ പറ്റിയും ഒക്കെ അങ്ങ് സുഗ്രീവനോട് പറഞ്ഞു. സുമിത്രാത്മജനെ കാണുവാൻ ഇപ്പോൾ ധൈര്യമില്ല എന്ന് ഭയന്ന് വിറച്ചുകൊണ്ട് സുഗ്രീവൻ പറഞ്ഞു, ലക്ഷ്മണനെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണം, മേലാൽ താൻ തെറ്റ് ചെയ്യില്ല എന്ന് നമ്മുടെ എന്താ പറയുക സുഗ്രീവൻ അങ്ങ് അപേക്ഷിക്കുകയാണ് ശ്രീരാമസ്വാമിയുടെ ദാസനായിരിക്കുന്ന ആഞ്ജനേയനോട്. ലക്ഷ്മണന്റെ മുമ്പിലെത്തിയ ആഞ്ജനേയൻ എന്താ ചെയ്തതെന്നറിയോ? ശ്രീരാമനാമങ്ങൾ ജപിച്ച് ലക്ഷ്മണന്റെ പാദങ്ങൾ അങ്ങ് വിനയത്തോടുകൂടി നമസ്കരിച്ചു. ആഞ്ജനേയൻ പറഞ്ഞു, സ്വാമി, വിവേകമില്ലാത്ത കപികുലത്തോട്, അതായത് വാനരകുലത്തോട്, വിവേകബുദ്ധിയില്ലാത്ത കപികുലത്തോട് പുറത്തരുളൂ സ്വാമി. ലോകമെമ്പാടുമുള്ള മർക്കടന്മാർ ജഡതിയിൽ കിഷ്കിന്ധയിൽ എത്തിച്ചേരുന്നതിന് ദൂതന്മാരെയൊക്കെ അയച്ചു. ലോകമെമ്പാടുമുള്ള വാനരന്മാർ ഇപ്പോൾ ഓടി വരും കിഷ്കിന്ധയിലേക്ക്. അതിന് ദൂതന്മാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ചിലർ കിഷ്കിന്ധയിൽ എത്തിക്കഴിഞ്ഞു ലക്ഷ്മണസ്വാമി, മറ്റു ചിലർ ഇന്നോ നാളെയൊക്കെ ആയിട്ട് എത്തിച്ചേരും. എല്ലാവരും കിഷ്കിന്ധയിൽ വന്നതിന് ശേഷം ശ്രീരാമദേവനെ കണ്ട് വിവരം പറയാനാണ് ഞങ്ങളെല്ലാവരും തയ്യാറായിരിക്കുന്നത്. കുറച്ചു വൈകി, അവിടുന്ന് ക്ഷമിച്ചാലും. അനുനയത്തോടെയുള്ള ആഞ്ജനേയ സ്വാമിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒരല്പം ലക്ഷ്മണസ്വാമി ഒന്ന് കൂളായി. ലോകമെമ്പാടുമുള്ള വാനരന്മാർ അവരവരുടെ സേനാനായകന്മാരൊത്തിട്ട് ആകാശം വഴി കിഷ്കിന്ധയെ ലക്ഷ്യമാക്കി അണിനിരക്കാൻ തുടങ്ങി. വാനര സൈന്യത്തെ കണ്ട ലക്ഷ്മണൻ ഒരുപാട് സന്തോഷിച്ചു. ശ്രീരാമകാര്യം അപ്പോൾ തന്നെ എന്തായാലും ശരിയാവുമെന്ന് ലക്ഷ്മണസ്വാമിയിൽ ഒരു വിശ്വാസം വന്നു. സുഗ്രീവനും ആഞ്ജനേയനുമൊത്ത് ലക്ഷ്മണൻ ഋഷ്യാമുഖജലത്തിലേക്ക് യാത്ര തിരിച്ചു. സ്വർണത്തളികയിൽ മധുരഫലങ്ങളുമായി ഹനുമാനും ലക്ഷ്മണനുമൊത്ത് ഋഷ്യമുഖാദ്രിയിലേക്ക് യാത്ര തിരിച്ച സുഗ്രീവനെ ശതബലി, സുഷേണൻ, നീലൻ, നളൻ, ജാംബവാൻ, അങ്കദൻ, ഗവയൻ, ഗവാക്ഷൻ മുതലായ വാനര സേനാ നായകന്മാരും അവരുടെ കൂടെ പോയി. രഘുരാമൻ എഴുന്നള്ളിയ മരുന്ന് ഋഷ്യമുഖാചലത്തെ പ്രാപിച്ച സുഗ്രീവൻ കുറ്റബോധത്തോടുകൂടി പഞ്ചപുച്ഛങ്ങളും അടക്കി ഭക്തിയോടുകൂടി കരങ്ങൾ കൂപ്പി സുഗ്രീവൻ മുമ്പിൽ ഇങ്ങനെ പോവാണ്. നാണക്കേടായി. മറ്റുള്ള വാനരന്മാരങ്ങനെ സുഗ്രീവന്റെ പിന്നാലെ ഇങ്ങനെ വരികയാണ്. ശ്രീരാമചന്ദ്രദേവനെ ദർശിച്ച ഉടനെ തന്നെ ആ സമയം രഘുരാമന്റെ തൃപ്പാതാര വിന്ദങ്ങളിൽ സാഷ്ടാംഗ നമസ്കരിച്ച് ചെയ്തു പോയ തെറ്റുകളെല്ലാം പൊറുക്കണേന്ന് ആഞ്ജനേയനും സുഗ്രീവനും എല്ലാം ചോദിച്ചു. വാനര ശ്രേഷ്ഠന്മാരുടെ ആ വരവിലും ഭക്തിയിലും എന്താ പറയുക, ശ്രീരാമസ്വാമിയുടെ ഹൃദയം അങ്ങ് സന്തോഷിച്ചു. ശ്രീരാമസ്വാമി പറഞ്ഞു, വാനരാധീശ, നമ്മുടെ ഛേദസ് അത്യന്തം കലുഷിതമായതിനാൽ ധൃതിപ്പെട്ട് ലക്ഷ്മണനെ നിയോഗിച്ചു എന്ന് മാത്രം. എൻ്റെ മനസ്സ് ശരിയായിരുന്നില്ല. എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ ലക്ഷ്മണനെ നിയോഗിച്ചത്. നമ്മുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഇഷ്ടക്കേടോ ദുഃഖമോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സൗഹൃദമുള്ള ആളുകളിലെ എനിക്ക് കോപവും ദേഷ്യമൊക്കെ വരും. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരോട് എനിക്ക് ദേഷ്യവും വെറുപ്പുമൊക്കെ വരും. അങ്ങയുടെ ഔചിത്യബോധത്തിലും സത്യപ്രതിജ്ഞ പാലധർമ്മത്തിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങ് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ അങ്ങയുടെ ചില സമയത്ത് കുറച്ചു നേരത്തെ ആ ഒരു വാക്ക് പാലിക്കാത്തതിലാണ് എനിക്ക് ദേഷ്യം തോന്നിയത്. ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ സ്നേഹത്തോടെയുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ സുഗ്രീവൻ അങ്ങ് ശരിക്കും സന്തോഷിച്ചു. ഹൃദയത്തിൽ നിറഞ്ഞ ആ ഒരു സന്തോഷം കൊണ്ട് ഈശ്വര തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച സുഗ്രീവൻ കണ്ണീരോടുകൂടി ശ്രീരാമസ്വാമിയോട് പറഞ്ഞു, മഹാപ്രഭു, അവിടുത്തെ ദാസ്യപ്രവൃത്തികൾ ചെയ്യുന്നതിന് വന്നിരിക്കുന്ന കപിലക്ഷങ്ങളെ അങ്ങ് കണ്ടാലും ബ്രഹ്മാത്മജനായിരിക്കുന്ന ജാംബവാൻ, പരമേശ്വരാത്മജനായിരിക്കുന്ന ഹനുമാൻ, അഗ്നിപുത്രനായിരിക്കുന്ന നീലൻ, വിശ്വകർമ്മകുമാരനായിരിക്കുന്ന നളൻ, ബാലീനന്ദനായിരിക്കുന്ന അങ്കദൻ, വൃഷഭൻ, പ്രമദൻ മുതലായ വീരാതിവീരന്മാരായിരിക്കുന്ന വാനര സേനാ നായകന്മാരും അവരുടെ അനേക ലക്ഷം വാനര
എല്ലാവരും സീതാന്വേഷണത്തിന് വേണ്ടി തയ്യാറായി വന്നിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്ങ് പറയൂ. സുഗ്രീവൻ പറഞ്ഞത് കേട്ടപ്പം ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിൻ്റെ ചുമതല പൂർണ്ണമായി സുഗ്രീവനെ ഏൽപ്പിച്ചു. ഹനുമത് സുഗ്രീവാദി വാനര ശ്രേഷ്ഠന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ട് പറഞ്ഞു. ഹനുമത് സുഗ്രീവനെയും ഹനുമാൻ സ്വാമിയെയും എല്ലാവരെയും സീതാന്വേഷണത്തിനായിട്ട് ശ്രീരാമസ്വാമി ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞു. വിനയത്തോടുകൂടി വാനര സേനാനായകന്റെ നേതൃത്വത്തിൽ വമ്പിച്ച വാനരപ്പടയെ പൂർവ്വദിക്കിലേക്കും ശതബലി എന്ന വാനരവീരന്റെ കീഴിൽ അനേക ലക്ഷം വാനരന്മാരെ ഉത്തര ദിശയിലേക്കും സുഷേണന്റെ ചുമതലയിൽ അനേകം മർക്കടന്മാരെ പശ്ചിമ ദിക്കിലേക്കും ബാലിപുത്രനായിരിക്കുന്ന അംഗദന്റെ നേതൃത്വത്തിൽ ഹനുമാൻ, ജാമ്പവാൻ, നളൻ, നീലൻ, ശരഭൻ അങ്ങനെ ഒരുപാട് വാനര ശ്രേഷ്ഠന്മാരെ സീതാന്വേഷണത്തിനായിട്ട് ദക്ഷിണ ദിക്കിലേക്കും അയച്ചു. 4 ദിക്കിലേക്കും വാനരന്മാരെ അയച്ചു. ഹനുമാനെ അടുത്ത് വിളിച്ചിട്ട് സുഗ്രീവൻ പറഞ്ഞു, മാരുതപുത്ര, ശീഘ്രഗമനത്തിനും ശക്തിയിലും ധൈര്യത്തിലും പിതാവായ വായുദേവ സദൃശനാണ് നിങ്ങൾ. എളുപ്പം സഞ്ചരിക്കാനും പോകാനും വരാനൊക്കെ അങ്ങയുടെ പിതാവായ വായുദേവനെ പോലെയാണ് താങ്കൾ. ഭൂമിയിലും വാനമണ്ഡലങ്ങളിലും സർവ്വസ്ഥലങ്ങളിലും ഒരുപോലെ നടക്കാൻ അങ്ങേക്ക് പ്രത്യേക കഴിവുണ്ട്. അതിൽ അങ്ങ് സമർത്ഥനാണ്. അതുകൊണ്ട് സീതാന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങയെയാണ്. ബുദ്ധിശക്തിയും മനോശക്തിയും കായികശേഷിയും സർവോപരി ഈശ്വരഭക്തിയുമുള്ള നിങ്ങൾ സന്ദർഭത്തിന് ഉചിതമായി പെരുമാറാൻ അതീവ മിടുക്കനാണ്. ഇപ്രകാരം പറഞ്ഞ സുഗ്രീവൻ തൻ്റെ സജീവോത്തനായിരിക്കുന്ന ആഞ്ജനേയനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. സുഗ്രീവൻ, അങ്ങേപ്പോലും മിടുക്കനായ ഒരാളെ എനിക്ക് വേറെ കാണാനില്ല. ശ്രീരാമപാദകമലങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് യാത്രയ്ക്ക് അനുവാദം ചോദിച്ച ആഞ്ജനേയനെ സ്നേഹത്തോടുകൂടി മുതുകിൽ തലോടിയിട്ട് ശ്രീ രഘുരാമൻ ദണ്ഡകാരണ്യത്തിൽ വെച്ച് മഹർഷിമാർ തനിക്ക് നൽകിയ അങ്കുലീയം മാരുതപുത്രൻ്റെ കൈകളിൽ കൊടുത്തു. എന്നിട്ടോ ശ്രീരാമൻ പറഞ്ഞു, പ്രഭജ്ഞാകുമാര, നിന്റെ സേവനം സിദ്ധിച്ചിട്ടുള്ള സുഗ്രീവൻ പരമഭാഗ്യവാനാണ്. നിന്നെ സേവിക്കാൻ അനുവാദവും ലഭിച്ച സുഗ്രീവൻ പരമകാരുണ്യവാനാണ്. ബുദ്ധിശക്തിയും കായിക ശക്തിയും പ്രവർത്തനക്ഷമതയുമുള്ള നീ സുഗ്രീവന്റെ സംരക്ഷണ കവചമാണ് ഹനുമാൻ സ്വാമി. ഹനുമാനോട് പറയണം, നിന്റെ അന്വേഷണത്തിൻ്റെ ഈ യാത്രയുണ്ടല്ലോ അന്വേഷിച്ചുകൊണ്ടുള്ള, അത് സഫലമാകും. സീതാദർശന സൗഭാഗ്യം നിനക്ക് സിദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നമ്മുടെ ദൂതനായി ചെല്ലുന്ന നിന്നെ സീതാദേവി വിശ്വസിക്കുന്നതിന് ഈ അങ്കുലീയം നീ കയ്യിൽ വെച്ചോ. നീ സീത അന്വേഷിച്ച് ചെല്ലുമ്പം സീത നിന്നെ വിശ്വസിക്കണം, ഞാൻ വിട്ടതാണെന്ന്. അതിന് നീ അങ്കുലീയം കയ്യിൽ വെച്ചു. ആഞ്ജനേയനെ അനുഗ്രഹിച്ച ശ്രീരാമസ്വാമിൻ്റേത് തനിക്കും സീതാദേവിക്കും മാത്രം അറിയാവുന്ന ചില രഹസ്യ കാര്യങ്ങൾ ജനകപുത്രിയെ അറിയിക്കുന്നതിന് ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു. ശ്രീരാമസ്വാമി പറഞ്ഞു, ആഞ്ജനേയ, എനിക്കും സീതയ്ക്കും മാത്രം അറിയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ അത് നേരെ പറഞ്ഞു കൊടുക്കുക സീതാദേവിക്ക്. എല്ലാവരോടും യാത്ര പറഞ്ഞ് തൃപ്പാദങ്ങൾ വന്ദിച്ചുകൊണ്ട് നമ്മുടെ ഹനുമാൻ സ്വാമി എന്താ ചെയ്യുന്നത്? സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. അങ്ങനെ എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രീരാമസ്വാമിയുടെ തൃപ്പാദങ്ങൾ വന്ദിച്ചുകൊണ്ട് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ഓക്കെ. ഇനി നമുക്ക് ബാക്കി ക്ലാസ് വൈകിട്ട്. നാളെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് വൈകിട്ടിടും. എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ നിങ്ങൾ? എത്ര പേര് ചെയ്യും? ചെയ്യാൻ റെഡിയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതിന് ആൻസർ ഇപ്പം തന്നെ എനിക്ക് ടൈപ്പ് ചെയ്തിട്ട്. കർക്കിടക മാസത്തിൽ ഹനുമത് ചരിതം കേട്ടതിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ചെയ്യാം. കർക്കിടക മാസത്തിൽ ഹനുമത് ചരിതം കേട്ടതിലുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം. ഗുഡ് മോർണിംഗ് കുഞ്ഞാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എന്താണ് ചെയ്യൂ, ടൈപ്പ് ചെയ്തു.
കേൾക്കാൻ മേലെ. അപ്പം ഇത്ര നേരം ഞാൻ പറഞ്ഞ ഹനുമച്ചരിതം കേട്ടില്ലേ? വളരെ വളരെ സന്തോഷം മോളെ. സ്വാമിയുമായി ഒരുപാട് അടുത്തു. വിലയേറിയ അറിവുകൾക്ക് സൂപ്പർ. മനസ്സിന് ഒത്തിരി സന്തോഷം മോളെ. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായി മാതാജി. പിന്നെ സങ്കടം വന്നു ആദ്യം. പിന്നെന്താ, സൂപ്പർ, ഒരുപാട് സന്തോഷം. ജന്മപുണ്യം. മനസ്സിനെ ഒന്നുകൂടി ഭഗവാനിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു. സൂപ്പർ. നമ്മൾ ചെയ്തത് നല്ലതല്ലേ, അറിയാമെങ്കിലും കുറച്ചുകൂടെ മുകളിൽ കൂടി കേട്ടപ്പോൾ സന്തോഷം. അല്ല, കാരണം വെച്ചാൽ എനിക്ക് നിങ്ങളിൽ നിന്നൊരു ഇത് വേണം, റിവ്യൂ വേണം, അത് നിർബന്ധമാണ്. അപ്പം ഹനുമച്ചരിതം നമ്മൾ ഈ ഒരു സമയത്തെടുക്കാൻ സാധിച്ചതും കർക്കിടകത്തിൽ അത് പറയാൻ സാധിച്ചതൊക്കെ ഒത്തിരി നല്ലതല്ലേ. മാതാജി ഒന്ന് മനസ്സിലായി, ഈ കലിയുഗത്തിൽ ഇങ്ങനെയുള്ള ക്ലാസ് കേൾക്കുകയും നാമം ചൊല്ലുകയും വേണം. ഹനുമാൻ സ്വാമിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു. ഇനി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വളരെ നല്ലതായിരുന്നു. നമ്മൾ ദിവസേന എടുത്തുകൊണ്ടിരുന്നത് ഗീതയായിരുന്നു അല്ലേ? മനസ്സിലൊരു കരുത്ത് കൂടിയോ എന്ന് തോന്നുന്നു. കിഷ്കിന്ധ്യാഗന്ധമാണ് വായിക്കുന്നത്. സൂപ്പർ മോളെ ഓമനാമ്മ. സാരല്ല ത്രിവേണിയമ്മ, ടേക്ക് റെസ്റ്റ്. ഹനുമാൻ സ്വാമിയിൽ ഭക്തി കൂടി. കേൾക്കാൻ കഴിഞ്ഞത് പുണ്യം തന്നെ. അമ്പിളിജിക്ക് നമസ്കാരം. ഭഗവാനോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. അപ്പം ഇതെല്ലാം എന്തുകൊണ്ടാണെന്നറിയാമോ? ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ ഒരുപാടുള്ളത് കൊണ്ടാണ്. ഇവിടെ അമ്പിളി എന്ന് പറയുന്ന വ്യക്തി ഒരു 0 ആണ്. കാരണം ഇത് എഴുതിയതും ഒന്നും ഞാനല്ല, അറിയാലോ. ഹനുമച്ചരിതത്തിലൂടെ ഹനുമാൻ സ്വാമി പരമോന്നതനായിരിക്കുന്ന ഭക്തന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ എത്തണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. അത് നിങ്ങളിലുള്ള ജപത്തിന്റെ പുണ്യമാണ്. ആരൊക്കെയാണോ ജപിക്കുന്നത്, ആരൊക്കെയാണോ ഭഗവാനോട് അടുക്കുന്നത്, അവർക്കേ ഭഗവാനോട് അടുക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് ഈ ഒരു കർക്കിടകത്തിൽ തന്ന അനുഗ്രഹമാണത്. അപ്പോൾ നമ്മൾ ഗീതയിലുള്ള 1-2 പ്രമുഖമായ കോഡ്സും കൂടെ, ഗീതാ ക്ലാസ് ഒരുപാട് മിസ് ചെയ്യുന്നു, അതെനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗീതയിലെ 1-2 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുതരാം. കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചൻ. ഇത് നമ്മൾ ഒരുപാട് കേട്ട ഒരു കാര്യമാണ് അല്ലേ? എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്ക് കുഞ്ഞുനാളിലേ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ വായിക്കുന്ന ഒരു കോഡ്സാണിത്. പക്ഷെ എന്താണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം? എന്താണ്? ഒരാൾക്ക് ചെയ്യേണ്ട പ്രവർത്തികൾ, ഒരാൾക്ക് ചെയ്യേണ്ട കുറേ പ്രവൃത്തികളുണ്ട് ജീവിതത്തിൽ, കടമകളുണ്ട് അല്ലേ? എന്താ പറയുന്നത് ഇവിടെ? കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചൻ. നമ്മൾ ചെയ്യേണ്ട കുറേ പ്രവൃത്തികളുണ്ട്. ഇതെല്ലാം, ഈ കടമകളെല്ലാം നിർവഹിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യേണ്ട ഒരുപാട് കടമകൾ ചെയ്യാൻ നമുക്ക് അനുവാദമുണ്ട്, അവകാശമുണ്ട്. എന്നാൽ എന്താണ് ആ പ്രവൃത്തികളുടെ ഫലം എന്താണ് എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാൻ അവകാശമില്ല. നമ്മളിപ്പോൾ ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു, നാളെ അവരത് വാങ്ങിച്ചു തരണം, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ അനുഗ്രഹം വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടുമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ് ഗീതയിൽ. ഒരിക്കലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ, നല്ല പ്രവൃത്തികളുടെ, സത്പ്രവർത്തികളുടെ ഗുണം നമ്മൾക്ക് ലഭിക്കും എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിക്കരുത്. മാത്രമല്ല ഗീതയിലെ ഏറ്റവും ശക്തമായിരിക്കുന്ന, പ്രസിദ്ധമായിരിക്കുന്ന ഒരു ശ്ലോകമാണത്. മനസ്സിലായില്ലേ? നമ്മൾ എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നോ
ആ പ്രവൃത്തികളുടെ ഫലങ്ങളായാലും ലാഭമായാലും അത് നമ്മൾ ഒരിക്കലും അതിൽ കേന്ദ്രീകരിക്കരുത്. മനസ്സ് കേന്ദ്രീകരിച്ചു കൊണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ഏകാഗ്രതയോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു ഭഗവാന്റെ സൃഷ്ടികൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സമർപ്പണമായിട്ട് ചെയ്യാം. ഒരിക്കലും അതിൽ നിന്നൊരു ഇത് നമ്മൾ പ്രതീക്ഷിക്കരുത്. മനസ്സിലായല്ലോ? പിന്നെന്താ പറയുന്നത്? ഇനി നമുക്ക് അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹം സർവസ്യ പ്രഭവോമത്ത സർവം പ്രവർത്തതേ. അതാണ് അടുത്ത ശ്ലോകം. ആ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ കുറച്ച് കഷ്ടമുള്ളൊരു ശ്ലോകമാണത്. ലളിതമാണ്, പക്ഷെ ശക്തമാണത്. മനസ്സിലായില്ലേ? ഗീതയിലെ ആ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹം സർവസ്യ പ്രഭവോമത്തഃ സർവം പ്രവർത്തതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയവും ഭൗതികമായിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഉറവിടം ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. ആത്മീയമായിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഉറവിടം ഭഗവാനാണ്. ഭൗതികമായിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഉറവിടം ഭഗവാനാണ്. പക്ഷെ നമ്മൾ ഭൗതികതയിൽ അങ്ങ് മുങ്ങി ജീവിക്കുകയാണ്. അയ്യോ 10 സെന്റ് സ്ഥലം മേടിച്ചാൽ 20 സെന്റ് സ്ഥലം വേണം, പിന്നെ ഒരു 50 സെന്റ് വേണം, എനിക്ക് ഇത്ര വലിയ വീട് വേണം, എനിക്ക് അത് വേണം, എനിക്കിത് വേണം, എല്ലാം വേണം. പക്ഷെ അവസാനം ഇതെന്തെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ? ഒന്നും കൊണ്ടുപോകുന്നില്ല. മനസ്സിലായില്ലേ? ജനിക്കുമ്പോഴും നമ്മൾ ഒരു തുണ്ട് തുണിയോടെ അല്ല നമ്മൾ ജനിക്കുന്നത്. മരിക്കുമ്പോഴും നമ്മൾ ഈ തുണിയോടെയല്ല മരിക്കുന്നത്. അതുവരെ നമ്മൾ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വെട്ടിപ്പിടിച്ചെടുത്തിട്ട് ഒന്നുമില്ലാതെ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് കണ്ടു. ചൂരൽ മലയിൽ നിന്ന് പട്ടാളക്കാർക്ക് കിട്ടിയ ഒരു കത്ത്. ആ കത്തിൻ്റെ പ്രതിപാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടുകാർ എൻ്റെ വീട്ടിൻ്റെ പിന്നിലൂടെ ഒഴുകുന്ന പുഴയിൽ ഞാൻ ദിവസവും കുളിക്കാൻ പോയി വരുമായിരുന്നു. അപ്പം ആ പുഴ വഴി നടന്നു പോകുന്ന വഴി അങ്ങ് അടച്ചു കളഞ്ഞു. അത് അവരുടെ വഴിയാണ്, പക്ഷെ അത് എൻ്റെ വഴിയാണ്. വഴിത്തർക്കം. അതിന് കംപ്ലൈൻറ്റ് കൊടുത്ത കത്താണത്. പക്ഷെ എന്തുണ്ടായി? ആ 2 വീട്ടുകാരും ആ വഴിയും ആ വീടും എല്ലാം ഇന്ന് മണ്ണിൻ്റെ അടിയിലായി. ആ കത്ത് മാത്രം, പരാതി മാത്രം ബാക്കിയായി. അത്രയേ ഉള്ളൂ മനുഷ്യായുസ്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ മനുഷ്യായുസ്. ഈ മനുഷ്യായുസിൽ ഒരു വഴിത്തർക്കങ്ങളും വേണ്ട, ഒരു സാമ്പത്തിക തർക്കങ്ങളും വേണ്ട, ഒന്നും വേണ്ട. എത്രത്തോളം വിട്ടുകൊടുക്കുന്നോ അത്രത്തോളം നമ്മളിലേക്ക് വരും. ഇതാണ് ഗീതയുടെ ഏറ്റവും വലിയ കോൺസെപ്റ്റ്. ഒരു റബ്ബർ പന്താണത്. നമ്മൾ എത്ര ശക്തമായിട്ട് നമ്മൾ എറിയുന്നോ അതേ ശക്തിയോടുകൂടി ആ പന്ത് നമ്മളിലേക്ക് വരും. കർമ്മഫലം എന്ന് പറയുന്നത് ശക്തമാണ്. നമ്മൾ വിചാരിക്കും ഇന്ന് അതൊക്കെ ചെയ്തു, അത് കഴിഞ്ഞു, അവനെന്താ കുറവ്, അവൻ സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുന്നുണ്ട്. ഇതാണ് ഓരോ വ്യക്തിയുടെയും ചിന്ത. പക്ഷെ അവൻ ചെയ്തതിനുള്ള അനുഭവിക്കാൻ അവൻ ഇനിയൊരു ജന്മം എടുക്കുന്ന അവൻ ചിന്തിക്കുന്നില്ല. ആ ജന്മം വളരെ ദുഷ്കരമായിരിക്കും. അപ്പം അങ്ങനെയൊരു റീബർത്ത്, പുനർജന്മത്തിന് വേണ്ടി നമ്മൾ ഈ ഭൂമിയിൽ തെറ്റുകൾ ചെയ്യാതിരിക്കുക. തെറ്റുകൾ മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്യരുത്. മനസ്സിലാവുന്നു? അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്യരുത്. ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറിപ്പോവുക. വേണ്ടെങ്കിൽ വേണ്ട, വിട്ടുകൊടുത്തേക്ക്. നമുക്ക് വേണ്ട, നമുക്കൊരു ബലപ്പെടുത്തവും വേണ്ട, വിട്ടുകൊടുത്തേക്ക്. നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യേണ്ട. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താ പറയുന്നത്? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും കാരണം താനാണെന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഗീതയിൽ. ഞാനാണ് എല്ലാത്തിനും അധികാരി എന്ന് ഭഗവാൻ പറയുന്നു. പ്രപഞ്ചത്തിലെ എല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ദിവ്യമായിരിക്കുന്ന ആ വാക്കുകളിലൂടെ സർവശക്തിയുടെ ഉറപ്പാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ ശക്തമായിരിക്കുന്ന ശ്ലോകമാണിത്. ഇതൊരിക്കലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എല്ലാത്തിൻ്റെയും ബേസ്മെന്റ് ഭഗവാനാണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? അഹമാത്മാ ഗുഡക്കേശ സർവഭൂതാശയസ്ഥിത. അടുത്ത ശ്ലോകം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്ലോകമാണ്, പക്ഷെ ആർക്കും ഓർമ്മയിൽ നിൽക്കില്ല. അതായത് ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാക്ഷാൽ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദൈവം ആദ്യം നിങ്ങളുടെ ഹൃദയത്തിലാണ് എന്ന് കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഭഗവാൻ എവിടെയാ? എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമാത്മാവ് എവിടെ കുടികൊള്ളുന്നു? എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുണ്ട്. ദൈവം ആദ്യം നിങ്ങളുടെ ഹൃദയത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആത്മാവിലോ ഭൗതികതയിലോ ആകട്ടെ, ചുറ്റുമുള്ള ആ ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ അടിയുറച്ചുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ
മനസ്സിലാക്കുന്ന ശ്ലോകം. മനസ്സിലായി? ഇത്രയും മനസ്സിലായോ? ഇനി എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അതെല്ലാവരും കേൾക്കുന്നുണ്ട്. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രശസ്തമായൊരു ശ്ലോകമാണിത്, അല്ലെ? ഇത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം അറിയാം. പക്ഷേ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, ധർമ്മത്തിനോ കുറവുണ്ടായി കഴിഞ്ഞാൽ, ദുഷ്കർമ്മങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെ ഉന്മൂലനം ചെയ്യാൻ ഈ ഭൂമിയിൽ ഭഗവാൻ രൂപം പ്രാപിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും അവതരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ധർമ്മം നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ധർമ്മത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ആ ധർമ്മം നശിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ഭഗവാൻ അവതരിക്കും. ഒരു സംശയവുമില്ല. മനസ്സിലാവുന്നു? ഉറപ്പായും ഭൂമിയിൽ ഭഗവാൻ അവതരിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഇത് അർജുനനോട് ഭഗവാൻ കൊടുക്കുന്ന ഉറപ്പാണ്. ഈ ഉറപ്പ് അർജുനന് മാത്രമല്ല, ഗീതയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം അവതരിക്കും, ഒരു സംശയവുമില്ല. അപ്പോ എന്താ ചെയ്യേണ്ടത്? ധാർമ്മികതയിലും നീതിനിഷ്ഠമായിരിക്കുന്ന സ്വഭാവത്തിലും തകർച്ചയുണ്ടായി കഴിഞ്ഞാൽ, ഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അനീതി ഉണ്ടായി കഴിയുമ്പോൾ ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെടുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. അത് പ്രകൃതി ദുരന്തങ്ങളായിട്ടായാലും ഭഗവാൻ വരും. യാതൊരു സംശയമില്ലാത്ത കാര്യം. ആ പ്രകൃതി ദുരന്തങ്ങളെ ഒരിക്കലും നമുക്ക് ഒരു മനുഷ്യനെ കൊണ്ടും പിടിച്ചു നിർത്താൻ കഴിയില്ല. ആ പ്രകൃതി ദുരന്തങ്ങൾക്കൊന്നും അവസാനം ഉണ്ടാകില്ല. അതേത് രീതിയിലായാലും ഈ ഭൂമിയിൽ വരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ കൂടുതൽ നമ്മൾ ഭഗവാനോട് അടുക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തടുത്തടുത്തടുത്തടുത്ത് നമ്മൾ ഭഗവാനുമായിട്ടൊരു വലിയ ആത്മബന്ധം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താ പറയുന്നത്? ക്രോധാത് ഭവതി സമ്മോഹ സമ്മോധാത്മസ്മൃതി വിഭ്രഹ സ്മൃതി പ്രശാനാത് ബുദ്ധിനാശോ ബുദ്ധിനാശത് പ്രണശ്യതി എന്നാ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേഷ്യത്തിൻ്റെ നിഷേധാത്മമായിരിക്കുന്ന ശക്തി എല്ലാവരിലും ദേഷ്യമാണ്. തൊട്ടതിനും പിടിച്ചതിനും പറഞ്ഞതിനും ചെയ്തതിനും വന്നതിനും പോയതിനും കൊടുത്തതിനും വാങ്ങിയതിനും എല്ലാത്തിനും ദേഷ്യം. എന്തിനാ ഒരു മനുഷ്യന് ഇത്രയും ദേഷ്യം? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യമാണ്. ഇത്രയും ദേഷ്യം എന്തിനാ? ഇത്രയും വാശി എന്തിനാ? മനുഷ്യർ വിട്ടുകൊടുക്കാൻ അറിയില്ലേ? ഇത്രയും ദേഷ്യവും വാശിയും കൊണ്ട് നടന്നിട്ട് എന്താ ലഭിക്കുന്നത്? ആരോടാണ് ഈ ദേഷ്യം വെക്കുന്നത്? എന്തിനാണ് ദേഷ്യം വെക്കുന്നത്? എന്റെ ചോദ്യം അതാണ്. അപ്പൊ ഇവിടെ പറയേണ്ടത്, കോപത്തിൽ നിന്ന് വ്യാമോഹം വരുന്നു എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? ദേഷ്യത്തിൽ നിന്ന് വ്യാമോഹമാണ് വരുന്നത്. അനാവശ്യ ആഗ്രഹങ്ങളാണ് ദേഷ്യത്തിൽ നിന്ന് വരുന്നത്. മിഥ്യാബോധത്തിൽ നിന്ന് എന്താ പറയുന്നത്? ഓർമ്മയുടെ ഒരു അന്താളിപ്പുണ്ട്. മിഥ്യാബോധമാണ്. ഇരുന്നങ്ങനെ ചിന്തിച്ചു കൂട്ടാണ് ഓരോ കാര്യങ്ങൾ. എന്നിട്ടോ സ്മരണ തെറ്റിയാൽ ബുദ്ധി നഷ്ടപ്പെടും, അല്ലേ? നമുക്ക് ഓർമ്മ നഷ്ടപ്പെട്ടാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ബുദ്ധി അങ്ങ് നഷ്ടപ്പെട്ടു. ഓർമ്മയില്ലാത്തവനെ നമ്മൾ എന്താ പറയാ? ഭ്രാന്തൻ. ബുദ്ധി ഇല്ലാത്തൊരു വ്യക്തി എന്നാണ് പറയാ. അവർക്ക് ഓർമ്മശക്തി ഇല്ലെങ്കിൽ പറയുക അതൊരു ഓർമ്മയില്ലാത്തൊരു സാധനം, അത് വെച്ചുകൊടുത്ത് ഓർമ്മയുണ്ടല്ലോ, പോയടെ എന്താ പറയണേന്ന് തന്നെ അയക്കാറ്, അത് ഒരു ഭ്രാന്തനാണല്ലേ, ഒരു ഭ്രാന്തിയാണ്. ബുദ്ധിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ ബുദ്ധിക്ക് ഒരിക്കലും എന്ത് സംഭവിക്കുക? വികലത സംഭവിക്കരുത്. ആ ബുദ്ധി ശരിയാവണമെങ്കിൽ ഏകാഗ്രത വേണം. ഏകാഗ്രത വേണമെങ്കിൽ എന്ത് വേണം? ആത്മസംതൃപ്തി വേണം. ആത്മസംതൃപ്തി വേണമെങ്കിൽ എന്ത് ചെയ്യണം? അനാവശ്യമായിരിക്കുന്ന ദുരാഗ്രഹങ്ങൾ മനസ്സിൽ നിന്ന് കളയണം. ഈ ദുരാഗ്രഹങ്ങൾക്ക് എന്നൊരവസാനം വരുന്നോ അന്നേ നമുക്ക് ആത്മബോധം കൈവരിക്കാൻ പറ്റൂ. ആത്മബോധത്തിലേ നമ്മൾ പരമാത്മാവിനെ അറിയൂ. പരമാത്മാവിലൂടെ നമ്മൾ ആത്മാവിനെ തിരിച്ചറിയൂ. എന്താ ഗീത പഠിപ്പിക്കുന്ന 5 കാര്യങ്ങൾ? പരമാത്മാവ്, ആത്മാവ്, കാലം, കർമ്മം, പ്രകൃതി. 5 കാര്യങ്ങൾ ഗീത പഠിപ്പിക്കുന്നു. പരമാത്മാവിൽ നിന്ന് ആര് വരുന്നു? ആത്മാവ് വരുന്നു. ആ ആത്മാവ് എവിടെ താമസിക്കുന്നു? പ്രകൃതിയിൽ താമസിക്കുന്നു. കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നു. ആ കർമ്മത്തിന്റെ ആൻസറാണ് എന്ത്? പുനർജന്മം. മനസ്സിലായില്ലേ? പരമാത്മാവ്, ആത്മാവ്, പ്രകൃതി, കാലം, കർമ്മം. അവസാനമാണ് ഈ കർമ്മം. കർമ്മത്തിന് വളരെ പ്രത്യേകതയുണ്ട്. പരമാത്മാവായിരിക്കുന്ന ഈശ്വരനിൽ നിന്ന് വരുന്ന ആത്മാവ് പ്രകൃതിയിൽ ജീവിച്ചുകൊണ്ട് കാലത്തിനനുസരിച്ച് കർമ്മം ചെയ്യാണ്. ആ കർമ്മം നല്ലതാണെങ്കിൽ പിന്നെ തിരിച്ച് ഈ ഭൂമിയിൽ വരേണ്ട ആവശ്യമില്ല. ആ കർമ്മം തെറ്റിപ്പോയാലോ പുനർജന്മം നിശ്ചിതമാണ്.
ആ പുനർജന്മത്തിൽ എന്താ സംഭവിക്കുക? ദുരിതങ്ങളും ദുഃഖങ്ങളും തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. സുഖങ്ങളാൻ അനുഭവിക്കുന്നെങ്കിൽ ഭഗവാന്റെ ലോകത്തേക്ക് പോകും. മനസ്സിലായില്ലേ? സുഖങ്ങളാണ് അനുഭവിക്കേണ്ടതെങ്കിൽ ഭഗവാന്റെ ലോകത്തിലേക്ക് പോകും. ദുഃഖങ്ങളാണെന്ന് അനുഭവിക്കേണ്ടതെങ്കിൽ ബൈബിളിൽ പറഞ്ഞതുപോലെ പാപങ്ങളുടെ പറുദീസയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഉച്ചയ്ക്കുണ്ടാന്നല്ലേ? പാപങ്ങളുടെ പറുദീസയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ദാരിദ്ര്യ ദുഃഖങ്ങളും രോഗങ്ങളുമായിട്ട് നമുക്ക് അനുഭവിക്കാം. അപ്പോൾ നമ്മൾ വളരെയേറെ ചിന്തിക്കണം ഗീതയുടെ ഓരോ ശ്ലോകങ്ങളും. വളരെയധികം അന്തരാർത്ഥമുണ്ട് ഗീതയിലെ ശ്ലോകങ്ങൾക്ക്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. എന്താ പറയുന്നത്? ബുദ്ധി തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഭ്രാന്തി അല്ലെങ്കിൽ ഭ്രാന്തനായി. കോപത്തിന്റെ നാശത്തിന്റെ ശക്തി എന്താണ്? ബുദ്ധിഭ്രമമാണ്. അമിതമായി കോപിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്ന അവനെന്നെ അറിയില്ല. ഒരുപാട് നാശങ്ങൾ വരുത്തി വെക്കും. നാശങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അവനെ പിടിച്ചടക്കുക. അവന് ഭ്രാന്തനാണ് അവൻ, അല്ലെ ഭ്രാന്തിയാണെന്ന് പറയും. കെട്ടിയിടും, മെന്റലായിട്ടുള്ള ചികിത്സയ്ക്ക് കൊണ്ടുപോകും. അതോടുകൂടി ബുദ്ധിഭ്രമം സംഭവിക്കും. ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കും. അപ്പൊ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താണ്? കോപമാണ്. ആ കോപത്തോടൊപ്പം ഭ്രമം സംഭവിച്ചു കഴിഞ്ഞാൽ ഓർമ്മകൾ, മങ്ങിയ ഓർമ്മകളും യുക്തിസഹമായിരിക്കുന്ന ചിന്താശേഷിയും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം പോയി വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ വ്യക്തി കടന്നു പോകുന്നു. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഓർമ്മ, ചിന്താശേഷി നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഭഗവാൻ ഗീതയിൽ പഠിപ്പിക്കുന്ന 5 കാര്യങ്ങൾ എന്ന് പറയുന്നത് പരമാത്മാവ്, ആത്മാവ്, പ്രകൃതി, കാലം, കർമ്മം. പരമാത്മാവായിരിക്കുന്ന കൃഷ്ണനിലൂടെ ആത്മാവ് വരുന്നു. ആത്മാവ് ഈ പ്രകൃതിയിൽ ജീവിച്ചുകൊണ്ട് കാലത്തിനനുസരിച്ച് കർമ്മം ചെയ്യുന്നു. കർമ്മത്തിന്റെ ആൻസറാണ് നമ്മുടെ പുനർജന്മം വേണോ വേണ്ടേ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു ശ്ലോകം എന്താണ്? നമ്മൾ ചെയ്യുന്ന അനീതി പ്രവർത്തനങ്ങൾ, ആ അനീതിക്കനുസരിച്ച് ഭഗവാൻ ഗീതയിൽ ഉറപ്പ് നൽകുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത് അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനാം സൃജാമ്യഹം. ഓർത്തു വെച്ചോളൂ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തെറ്റാണെങ്കിൽ നിശ്ചയമായിട്ടും അദ്ദേഹം ജന്മമെടുത്തിരിക്കും. ആ ജന്മം ഒരിക്കലും നമുക്ക്, അദ്ദേഹത്തിന്റെ അവതാരം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പ്രകൃതി ദുരന്തങ്ങളായിട്ടും പ്രകൃതിയിൽ എന്താ പറയാ നടനമാടും അദ്ദേഹം. അധർമ്മം കണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്താ പറയാ അഹങ്കാരത്തിന്റെ പുറത്ത് നമ്മൾ ജീവിക്കാൻ പാടില്ല. കർമ്മണ്യേ വാദികാരസ്ഥ മാ ഫലേഷു കഥാചാൻ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഫലം ഇച്ഛിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല. ഗീതയിലെ പ്രസിദ്ധമായിരിക്കുന്ന ശ്ലോകങ്ങളാണ്. മനസ്സിലായല്ലോ? അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ. എന്താണ്? നമ്മൾ വളരെയധികം ചിന്തിച്ചുകൊണ്ട് എല്ലാത്തിൻ്റെയും ഉറവിടം ഭഗവാനാണ് എന്ന് പറയുന്ന ആ സത്യത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ആത്മാത്മാ ഗുഡാകേശ സർവഭൂതായ ശസ്തിത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സർവ്വജീവജാലങ്ങളുടെയും ഹൃദയത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രോധാത് ഭവതി സമ്മോഹ സമോഹാത് സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രമം വശാത് ബുദ്ധിമാനശോ ബുദ്ധിനാശത് പ്രണശ്യതി. ഒരിക്കലും ബുദ്ധിഭ്രമം സംഭവിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കരുത്, പ്രവർത്തിക്കരുത്. ഏകാഗ്രമായിരിക്കുന്ന മനസ്സോടുകൂടി ബുദ്ധിയെ നമ്മുടെ ആത്മാവിൽ കേന്ദ്രീകരിച്ച് ഭഗവാനെ ഹൃദയത്തിൽ എന്താ പറയുക സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഭഗവാന്റെ വരവ് നമുക്ക് എപ്പോഴും എന്തായിരിക്കും? സമാധാനവും ഐശ്വര്യവും സന്തോഷവും നൽകുന്നതായിരിക്കും. ഓക്കെ, ഹാപ്പി? എന്താണ് റിവ്യൂ? റിവ്യൂ തന്നാൽ ഞാനിപ്പോൾ പോവും, ഇല്ലേ ഞാൻ ഇവിടെ തന്നെ എന്താ റിവ്യൂ, അഭിപ്രായം? ഗീതാ ക്ലാസ് മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കെടുക്കാം. ഗീതയുടെ കുറച്ച് കോഡ്സ് മാത്രം പറഞ്ഞുതരാൻ മതി. പ്രസിദ്ധമായിരിക്കുന്ന 3-4 ശ്ലോകങ്ങൾ മാത്രമാണ്. ഹാപ്പി ഹാപ്പി ഹാപ്പി. ഒരാൾ ഹാപ്പി ഹാപ്പി. അതെ അതെ അതെ. പക്ഷെ കലിയുഗമല്ലേ മാതാജി, എന്താ പറയുക, എന്നാൽ മാതാജി പോകണ്ടാന്ന്. ഓഹോ, കലിയുഗമല്ലേ. കലിയുഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 യുഗങ്ങളാണല്ലോ. ഇത് ഈ യുഗം തീരണം. ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഭഗവാൻ കലിയുഗത്തിൽ എല്ലാവരെയും. എന്താ പറയുക, കൃതയുഗം മുതൽ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് കലിയുഗത്തിൽ. ഏറ്റവും മോശമായ സാഹചര്യങ്ങളെ കലിയുഗത്തിൽ ഉണ്ടാവും, മോശപ്പെട്ട വ്യക്തികളെ ഉണ്ടാവും. പക്ഷെ അവരിൽ കുറച്ച് പേര് പൂർവ്വജന്മ പുണ്യം കൊണ്ട് ഭഗവാനെ അറിയുമ്പോൾ
അവർ നന്മയിലേക്ക് തിരിയും. നന്മയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദുരിതങ്ങളൊന്നും അനുഭവിക്കേണ്ട. തിന്മയിലേക്ക് പോകുന്നവർ കലിയുഗത്തിൻ്റെ ശക്തമായ പിടിയിൽ, ഭഗവാന്റെ ആ ഒരു വരവിൽ എന്താണ് ഇങ്ങനെ ഇരിക്കും. എന്താ ഞാൻ ക്ലാസ് പറയുമ്പോൾ ചില ആളുകൾ എന്നെ കളിയാക്കി, ഒരാൾ മാത്രം നന്നായി, എന്നിട്ട് എന്താ എല്ലാവരും അങ്ങനെ ആവേണ്ട എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നത്. ഇപ്പോൾ പറയുന്നത് നിർത്തി. നല്ല ക്ലാസ്, സന്തോഷം, ഞാൻ എന്നും കേൾക്കും. താങ്ക് യു സതിയമ്മ. അപ്പോൾ ഓക്കെ, ശരി കേട്ടോ. എനിക്ക് കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനിയെങ്കിലും മുന്നോട്ട് പോവുക. നമ്മളെല്ലാവരും ഓരോ നിമിഷവും നന്മ മാത്രം പ്രവർത്തിക്കുക. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യാം. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. ഓക്കെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപ്രിയേഷൻ കി ജയ്. മറക്കണ്ട, കർക്കിടക മാസത്തിലെ അന്നദാനത്തിനും വസ്ത്രദാനത്തിനുമായിട്ട് എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യുക. ഈ 2-3 ദിവസമേ ഇനിയുള്ളൂ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ. ഹരേ കൃഷ്ണ.